എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ദൈവം നമ്മുടെ ജീവിതത്തില് ഒരു ഭാഗ്യ പദവി ഇവിടെ തന്നിരിക്കുകയാണ്. കർത്താവിന്റെ വചനം പഠിക്കുവാൻ ഈ ഇൻഗ്രേസ് ഫെലോഷിപ്പിന്റെ ചുമതല വഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി ഐശ്വര്യമായി അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. സർവകൃപാലുവായ ദൈവം നമ്മോട് കൂടി ഇരിക്കട്ടെ. നമ്മള് പ്രസംഗങ്ങൾ ധാരാളം കേൾക്കുന്നതാണ്. പ്രസംഗങ്ങളെല്ലാം കേട്ട് ചിലപ്പോൾ നമ്മൾ ഒരു ചെവി കൂടെ കേട്ട് മറു ചെവി കൂടെ പോവും. എന്നാലും നമ്മൾ പഠനമാണ് ആരംഭിച്ചിരിക്കുന്നത്. പഠനം എന്ന് പറയുന്നത് ഞാൻ ഒരു പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മ. പഠനം എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ പഠിപ്പിക്കാൻ കഴിയുമ്പോഴേ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളെ പഠിച്ചു എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഒരു വ്യക്തിയിൽ, കേൾക്കുന്ന വ്യക്തിയിൽ അല്ലെങ്കിൽ പഠിക്കുന്ന വ്യക്തിയിൽ ഒരു മാറ്റം വന്നാൽ, അതും ഗുണകരമായ മാറ്റം വന്നാൽ മാത്രമേ പഠിച്ചു എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഡ്രൈവിംഗ് നമുക്ക് അറിയത്തില്ല. ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഗുണപരമായ മാറ്റം നമ്മളിൽ ഉണ്ടായി. ഒരു മാറ്റം പഠിക്കുന്ന വ്യക്തിക്ക് ഒരു ഗുണപരമായ മാറ്റം, ഇംഗ്ലീഷ് പറഞ്ഞാൽ പോസിറ്റീവ് ചേഞ്ച്. ഒരു വ്യക്തിയിൽ പോസിറ്റീവ് ചേഞ്ച് ഉണ്ടായാൽ പഠനം നടന്നു എന്ന് പറയാം. അപ്പൊ പഠനം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ, അതിൻ്റെ അർത്ഥം തന്നെ പോസിറ്റീവ് ചേഞ്ച് എന്നാണ്, ഗുണപരമായ മാറ്റം എന്നാണ്. അപ്പൊ നമ്മൾ ഈ ക്ലാസ് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഗുണപരമായ മാറ്റം ഉണ്ടാകണം, നമ്മളിൽ ഉണ്ടാകണം, മറ്റുള്ളവർക്കുണ്ടാകണം. ഞാൻ നമ്മുടെ ക്രിസ്തീയ മാഗസിനുകളിലൊക്കെ എഴുതുമ്പോൾ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് എഴുതുന്നത്. മാത്രമല്ല, എല്ലാ ചർച്ചുകളിലും പോകുമ്പോൾ പഠിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മളിപ്പോ പഠിക്കുന്ന ക്രിസ്തുമാർഗത്തിന്റെ ശ്രേഷ്ഠത. അപ്പൊ കർത്താവിനെ കുറിച്ചും ഞാൻ എൻ്റെ കൂട്ടായ്മയില് സഭയിലെ ചാർജ് വഹിക്കുന്ന പാസ്റ്റർ വേറെ ഉണ്ട്. എന്നാൽ ഞാൻ കഴിഞ്ഞ 30 വർഷമായി ഈ ചർച്ചില് ഈ വിഷയം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്തുമാർഗത്തിന്റെ ശ്രേഷ്ഠത കഴിഞ്ഞ 30 വർഷങ്ങളായി. അപ്പോ ധാരാളം കാര്യങ്ങൾ എനിക്ക് പങ്കുവെക്കാനുണ്ട്. നമ്മൾ എന്തിനാണ് ഈ വിഷയം പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ, പ്രധാനമായും 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ക്രിസ്തുമാർഗത്തിന്റെ ശ്രേഷ്ഠത പഠിക്കുന്നത്. 3 കാര്യങ്ങൾ. എന്തിന് പഠിക്കണം എന്ന് ഒരു ചെറിയ ഹെഡിങ് എഴുതിക്കുക. എന്തിന് പഠിക്കണം, എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? എല്ലാം ഷോർട്ടായിട്ട് എഴുതിയാൽ മതിയേ. എന്തിന് പഠിക്കണം എന്ന ചോദ്യത്തിന്റെ ഉത്തരം, ഒന്നാമത്തെ ഉത്തരം, നമ്മൾ വിശ്വാസത്തിൽ ഉറയ്ക്കാൻ വേണ്ടിയാണ്. നമ്മൾ വിശ്വാസത്തിൽ ഉറയ്ക്കണം. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, നമ്മുടെ ആദ്യ ക്ലാസ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു. അതാണ് നമ്മൾ ആദ്യം എടുത്ത ക്ലാസ്. നിങ്ങൾ ആരും ഓർക്കുന്നുണ്ടല്ലോ. അപ്പൊ ആ വിശ്വാസത്തിൽ നമ്മൾ ഉറയ്ക്കണം. നമുക്ക് നല്ല നിശ്ചയം വേണം. ഒരു കുറ്റവും ഇല്ലാത്തവനിൽ, ലോകം കണ്ട ഏറ്റവും വലിയ മാതൃകാ പുരുഷനിലാണ് നമ്മൾ വിശ്വസിക്കുന്നതെന്നും ഇത് കേവലം മിത്തല്ല, ഇത് സാങ്കല്പികമല്ല, ഇത് കേവലം ആരെങ്കിലും പറഞ്ഞു കേട്ട കഥകളല്ല, പകരം ലോകത്തിന് രക്ഷിതാവിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മുടെ പാവം പരിഹരിച്ചവനാണ് കർത്താവ്, നമുക്ക് ദൈവത്തിന്റെ ആത്മാവിനെ തന്നവനാണ് എന്ന ഉത്തമ ബോധ്യത്തോടെ ജീവിക്കാൻ വേണ്ടിയാണ് നമ്മളിത് പഠിക്കുന്നത്. അതാണ് ഒന്നാമത്തെ കാര്യം, നമ്മൾ വിശ്വാസത്തിൽ ഉറയ്ക്കുവാൻ. രണ്ടാമത്തെ കാര്യം, മറ്റുള്ളവരെ ഈ സ്നേഹ മാർഗം പഠിപ്പിക്കണം. ഒന്ന്, നമ്മൾ ഉറയ്ക്കുവാൻ. രണ്ട്, മറ്റുള്ളവർക്ക് ഇത് പറഞ്ഞു കൊടുക്കുവാൻ, മറ്റുള്ളവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തുവാൻ. നമ്മൾ അതിന് പഠിപ്പിക്കുക എന്നൊക്കെ പറയും, എന്നാലും മറ്റുള്ളവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാൻ, പ്രത്യേകിച്ച് സുവിശേഷം കേൾക്കാത്തവരെ അല്ലെങ്കിൽ വിശ്വാസത്തിൽ വരാത്തവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തുവാൻ. പഠിപ്പീര് 2 തരത്തിലുണ്ട്. വിശ്വാസത്തിൽ വന്നവരെയും നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അതിനാണല്ലോ നമ്മൾ ചർച്ചകളിലൊക്കെ മീറ്റിങ്ങുകൾ വെക്കുന്നത്. പുറത്ത് സുവിശേഷത്തിനും നമ്മൾ വളരെ അത്യാവശ്യം കർത്താവിനെ കുറിച്ച് ആഴമായി പഠിക്കുകയും
കർത്താവുമായിട്ട് ആഴമായ ആത്മീയ ബന്ധം ഇല്ലാത്തതും ചെയ്ത ഒരു വ്യക്തിക്ക് ആത്മീയ ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. പുറത്ത് നമുക്ക് സുവിശേഷം പങ്കുവെക്കാനും പറ്റത്തില്ല. നമ്മൾ പോയി പരസ്യങ്ങൾക്ക് പോയി വാ തുറക്കുമ്പോൾ ഈ ലോകങ്ങളുടെ ഏറ്റവും വലിയ മഹാത്മാവിനെ കുറിച്ചുള്ള ആഴമേറിയ അറിവ് നമുക്ക് ഇല്ലെങ്കിൽ നമ്മൾ അവിടെ ഒന്ന് പൊട്ടത്തരം വിളിച്ചു പറയും. അവിടെ നിന്ന് നമ്മൾ മറ്റു മതങ്ങളുടെയും മറ്റു വിശ്വാസങ്ങളുടെയും ഒക്കെ അറിയാതെ നമ്മുടെ വായിൽ നിന്ന് കുറ്റം വരും. അത് നമുക്ക് വലിയ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. നമ്മുടെ കർത്താവിനെ കുറിച്ച് തന്നെ പറയാൻ ധാരാളം 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 കാര്യങ്ങൾ നമുക്കുള്ളപ്പോൾ നമ്മൾ മറ്റു കാര്യങ്ങളിലേക്ക് പോകത്തില്ല. ഞാൻ എല്ലാ ദേവദാസന്മാർക്കും അവരുടെ ക്ലാസ്സുകളിൽ പറയാറുണ്ട്, കർത്താവിനെ കുറിച്ച് നിങ്ങൾക്ക് എത്രയോ ഒരു ചർച്ചിൽ ഒരു 25 കൊല്ലം പഠിപ്പിക്കാനുള്ള മെറ്റീരിയൽസുമായിട്ടേ ഒരു ചെറിയ കൂട്ടായ്മയിലേക്ക് നിങ്ങൾ പോകാവൂ. 25 കൊല്ലം കർത്താവിനെ കുറിച്ച് പറയാനും പഠിപ്പിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെയുള്ള സംഗതി നിങ്ങളുടെ ഹൃദയത്തിൽ വേണം. അത് എവിടുന്നെങ്കിലുമൊക്കെ കേട്ട പ്രസംഗം തുണ്ട് കടലാസിൽ എഴുതി വെച്ചതല്ല. പ്രസംഗം കേട്ട് പഠിച്ച് അവനേൻ്റെതായ മാർഗത്തിൽ അത് കുറിച്ചെടുത്ത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പാകത്തിൽ ഹൃദയത്തിൽ വേണം. ഇപ്പൊ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവാൻ നമ്മൾ ക്രിസ്തുമാർഗത്തിന്റെ ശ്രേഷ്ഠത പഠിക്കണം. മൂന്നാമത്തെ കാര്യം ഈ സ്നേഹമാർഗം പങ്കുവയ്ക്കണം. നമ്മൾ പറഞ്ഞ വിശ്വാസത്തിൽ ഉറയ്ക്കണം. 2 മറ്റുള്ളവരെ പഠിപ്പിക്കണം. അത് ചർച്ചിലും ഒക്കെ പഠിപ്പിക്കും. 3 ഈ സ്നേഹമാർഗം പങ്കുവയ്ക്കണം. സ്നേഹം പങ്കുവെച്ചാൽ വർദ്ധിക്കും, ദുഃഖം പങ്കുവെച്ചാൽ കുറയും. നമുക്കറിയാലോ, നമ്മുടെ വിഷമങ്ങള് നമുക്ക് എന്തിനാ കൂട്ടായ്മയെന്ന് ചോദിച്ചാൽ അതിനൊരു മറുപടിയാണിത്. ഏത്? സന്തോഷം പങ്കുവെക്കുവാനും സ്നേഹം പങ്കുവെക്കുവാനും. പിന്നെയോ ദുഃഖങ്ങളും ഭാരങ്ങളും പങ്കുവെക്കാൻ. കണ്ടോ, അപ്പൊ കൂട്ടായ്മ എന്ന് പറഞ്ഞ പ്രധാനമായിട്ട് അതിനാണ്. അപ്പം പങ്കുവെക്കണമെങ്കിലും ഈ മാർഗത്തെ കുറിച്ച് നമ്മൾ പഠിക്കണം. ഓക്കെ. അപ്പോ 4 ആള് കൂടുന്നിടത്ത് നാണക്കേടില്ലാതെ നമുക്ക് പ്രസംഗിക്കാൻ പറ്റുന്ന ലോകത്തിലെ ഏക വ്യക്തിയാണ് കർത്താവായ യേശുക്രിസ്തു. ലോകത്തിൽ നമ്മൾ പഠിച്ചു വരുമ്പോൾ 1-2 വ്യക്തികളെ കുറിച്ചൊക്കെ, ലോകത്തിലുള്ള മഹാന്മാരെ കുറിച്ച് നമ്മളിങ്ങനെ സൂചിപ്പിച്ചു പോകും. നിങ്ങൾ നോക്കിയേ, ലോകത്തിൽ ഏതെങ്കിലും വ്യക്തി ഉണ്ടോ, മനുഷ്യനായി പിറന്നവരിൽ ന്യൂനതയില്ലാത്ത ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടോ? ഞാന് അബ്രഹാം ലിങ്കനെ കുറിച്ച്, കർത്താവിനെ കുറിച്ച് പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ പറയുന്ന 2 വ്യക്തിത്വങ്ങളാണ് ശ്രീബുദ്ധനും അബ്രഹാം ലിങ്കനും. മനുഷ്യവർഗത്തിന്റെ മാതൃകയായിട്ട് ചരിത്രങ്ങളിലൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. എന്നാൽ ഒരു ന്യൂനതയില്ലാത്തവരാരുമില്ല, നമ്മുടെ ഗാന്ധിജി അടക്കം. അവിടെ ഒന്നും ന്യൂനത നമ്മൾ പഠിച്ച് നമ്മൾ അവരെ കുറ്റം പറയാൻ പാടില്ല. പക്ഷെ ഓർത്തിരിക്കുക, മനുഷ്യനായി പിറന്നവരിൽ ആരും ന്യൂനതയില്ല. ക്രിസ്തുമാർഗത്തിന്റെ ഒരു ന്യൂനത അല്ലെങ്കിൽ ഒരു കുറവ് കാണിക്കാൻ വേണ്ടി നിരീശ്വരവാദികളെ അപ്പോളജിസ്റ്റുകൾ വെല്ലുവിളിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ ക്രിസ്തുമാർഗം അല്ലെങ്കിൽ കർത്താവിനെ കുറിച്ച് ഒരു തെറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ നമ്മുടെ വിശ്വാസ പ്രമാണം വെച്ച് കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ ഉടനെ അവർ ഓടും പഴയ നിയമം എടുക്കാൻ വേണ്ടി. പഴയ നിയമത്തിലെ യഹോവ യുദ്ധത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, യുദ്ധം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുതിയ നിയമത്തിലെ ഒരു ന്യൂനത പറയാൻ 1000 നന്മകൾ, മനുഷ്യവർഗത്തുള്ള 1000 നന്മകൾ പുതിയ നിയമത്തിൽ നമ്മൾ കാണിച്ചു കൊടുക്കാം. മനുഷ്യവർഗത്തിന്റെ നേരെ ദ്രോഹപരമായി ഒരു സൂചനയെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചു തരാൻ പറഞ്ഞാൽ ഉടനെ അവർ പഴയ നിയമം എടുക്കുള്ളൂ. 2000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഈ പുതിയ നിയമത്തിൽ അതാ പറഞ്ഞ 4 ആള് കൂടുന്നിടത്ത് നാണക്കേടില്ലാതെ പ്രസംഗിക്കാൻ പറ്റുന്ന കർത്താവിനെ കുറിച്ചുള്ള പഠനമാണ് നമ്മളിവിടെ ആരംഭിച്ചിരിക്കുന്നത്. ഒക്കെ അപ്പൊ ഈ കർത്താവിനെ കുറിച്ചുള്ള ആഴമേറിയ പഠനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഞാൻ ആമുഖമായാണ് ഇത്രയും പറഞ്ഞത്. എല്ലാവരും കുറിച്ചെടുക്കുന്നുണ്ട്. ഷോർട്ടായിട്ട് കുറിച്ചെടുത്താൽ മതി. അത് നിങ്ങളുടേതായ രീതിയിൽ പിന്നീട് നിങ്ങൾ അത് ഉപയോഗിക്കണമേ. പ്രത്യേകിച്ച് സൺഡേ സ്കൂൾ അധ്യാപകര്, സുവിശേഷ പ്രവർത്തകര്, സഭാ ചാർജുള്ളവര്, എല്ലാവരും ഇത് പ്രത്യേകമായി ഈ പാഠഭാഗത്തിൽ പങ്കുകാരാകുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ അത് റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ, അല്ലെങ്കിൽ എൻ്റെ അറിവ്. അങ്ങനെ ചെയ്യുന്നവരെ എനിക്കും അതിൻ്റെ ഒരു കോപ്പി അല്ലെങ്കിൽ ഒരു ഇത് ഇട്ടേക്കണേ. അത് ഞാനും പരിശോധിച്ച്
അതിൽ ഇനി എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിന് അങ്ങനെ ചെയ്യാൻ വേണ്ടി എനിക്കും റെക്കോർഡ് ചെയ്തതിൻ്റെ ഒരു കോപ്പി അയച്ചു തരണമേ എന്ന കാര്യം പ്രത്യേകാലം ഓർമ്മിപ്പിക്കുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇന്നത്തെ അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്തുമാർഗത്തിന്റെ ശ്രേഷ്ഠത അല്ലെങ്കിൽ കർത്താവിനെ കുറിച്ചുള്ള ക്രിസ്തുമാർഗം എന്ന് പറയുന്നത് തന്നെ കർത്താവിന്റെ മാർഗമാണ്. അപ്പൊ നമ്മൾ പഠിക്കുന്നത് ഇന്നത്തെ ക്ലാസ്സിന്റെ ഹെഡിങ് എന്ന് പറയുന്നത് നിസ്തുല്യനായ ക്രിസ്തു അല്ലെങ്കിൽ അതുല്യനായ ക്രിസ്തു എന്നാണ്. അതുല്യൻ, യുനീക്നെസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതുല്യൻ അല്ലെങ്കിൽ നിസ്തുല്യൻ എന്ന് പറഞ്ഞാൽ തുല്യം ചൊല്ലാൻ വേറൊരാളില്ലാത്ത, തുല്യം ചൊല്ലാൻ വേറൊരാളില്ലാത്ത. ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു, ഞാൻ മാസികകളിൽ എഴുതുമ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ 2 വിഷയമാണ് എടുക്കുന്നത്. ഒന്ന് ക്രിസ്തുമാർഗത്തിന്റെ ശ്രേഷ്ഠതയും മറ്റത് ക്രിസ്തീയ കുടുംബവും. ഈ 2 കാര്യങ്ങളാണ് എടുക്കുന്നത്. അത് വിശദീകരിച്ച് പഠിപ്പിക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. അപ്പോ അത് നമുക്ക് ഈ വിഷയം കഴിഞ്ഞിട്ട് ക്രിസ്തീയ കുടുംബം എന്ന വിഷയം എടുക്കാമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഓർപ്പിച്ചതുപോലെ ആ കോഴ്സ് നമ്മൾ മെയ് മാസത്തിൽ നമ്മുടെ 4ാമത്തെ ബാച്ച് ആരംഭിക്കും. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വചനചിന്തയ്ക്ക് വേണ്ടി നമുക്ക് ഏറ്റവും സുപരിചിതമായ വേദഭാഗം വായിക്കാം. യോഹന്നാൻ 3:16. എപ്പോഴും എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിലും ഒരിക്കൽ കൂടെ വായിച്ച് നമുക്ക് ആരംഭിക്കാം. ഒരാള് പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. മതി. ബൈബിളിലെ എല്ലാ വാക്യങ്ങളും ദൈവം ഉച്ഛസിച്ചതാണ്. ഈ വാക്യവും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇന്നത്തെ പഠനത്തിന്റെ 1ാമത്തെ പോയിന്റായിട്ട് എഴുതിക്കോ, ലോകത്തിന് ദൈവം നൽകിയ ഏറ്റവും വലിയ ഗിഫ്റ്റാണ് യേശുക്രിസ്തു. ഏറ്റവും വലിയ ഗിഫ്റ്റ്, ലോകത്തിന് ദൈവം നൽകിയ ഏറ്റവും വലിയ ഗിഫ്റ്റാണ് കർത്താവായ യേശുക്രിസ്തു. അതാണ് 3:16 നമ്മൾ വായിച്ചത്. തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. ലോകത്തെ സ്നേഹിച്ചതിന്റെ അർത്ഥം എന്താണ്? ഒരു 2 മിനിറ്റ് കൊണ്ട് അതൊന്ന് നമ്മുടെ സൺഡേ സ്കൂളൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകർ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഞാനൊന്ന് വിശദീകരിക്കാം. എന്താ ഈ ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ? ലോകത്തെ സ്നേഹിക്കാൻ പാടില്ല നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അത് ലോകത്തെ പാപത്തെ സ്നേഹിക്കരുതെന്ന്, മനുഷ്യരെ സ്നേഹിക്കരുതെന്നല്ല കേട്ടോ, പാപത്തെ സ്നേഹിക്കരുതെന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ലോകത്തെ സ്നേഹിക്കരുതെന്ന് പറഞ്ഞ. എന്നാൽ ഇവിടെ നമ്മൾ പറയുന്നത് ദൈവം ലോകത്തെ സ്നേഹിച്ചു. ലോകം എന്ന് പറഞ്ഞാൽ എന്താ? ലോകം, ദ വേൾഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഭൂമിയിൽ മനുഷ്യരാശി കൂടെ പെടുമ്പോഴാണ് അത് വേൾഡ് ആകുന്നത്. അല്ലെങ്കിൽ കേവലം എർത്ത് മാത്രമാണ്. ഗോഡ് ക്രിയേറ്റഡ് ദ എർത്ത് ഇൻ ദ ബിഗിനിങ് എന്നാണ് നമ്മൾ ആദ്യ ബൈബിൾ വാക്യത്തിൽ പഠിക്കുന്നത്. ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് ദി എർത്ത് എന്നാണ്. ക്രിയേറ്റ്, സൃഷ്ടിച്ചു. എർത്താണ് ക്രിയേറ്റ് ചെയ്തത്, ഭൂമിയാണ് ക്രിയേറ്റ് ചെയ്തത്. ഭൂമിയല്ലേ, ഭൂമി. അപ്പൊ ദൈവം ക്രിയേറ്റ് ചെയ്തത് ഭൂമിയാണ്, എർത്തല്ല. എർത്താണ് ക്രിയേറ്റ് ചെയ്തത്, ലോകമല്ല. പിന്നെ എപ്പോഴത് ലോകമാകുന്നത്? ഈ ഭൂമിയിൽ ജന്തുജാലങ്ങളും കൂടെ ഉണ്ടാവുമ്പോൾ, പ്രത്യേകിച്ച് മനുഷ്യവർഗം കൂടെ വരുമ്പോഴാണ് ലോകം എന്ന് പറയുന്നത്. ഭൂമി 2ആയി പിളർന്നു എന്നാ പറയുന്നത്, ലോകം 2ആയി പിളർന്നു എന്നല്ല. അപ്പം ലോകമാകണമെങ്കിൽ മനുഷ്യരുടെ ഉൾപ്പെടണം. ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നാ പറഞ്ഞേ. തെളിവെന്താ ദൈവം ലോകത്തെ സ്നേഹിച്ചതിന്റെ? കോടാനുകോടി നക്ഷത്ര സമൂഹങ്ങളുണ്ട്. അത് ശാസ്ത്രവും പറയുന്നു, നമുക്കും അറിയാം. ഇത് സംബന്ധിച്ച് ശാസ്ത്രം പറയുന്നതൊക്കെ നമുക്ക് സ്വീകാര്യമാണ്. സൃഷ്ടി ദൈവം നടത്തുകയാണെന്ന ആ ഒരു കാര്യത്തിലൊഴികെ ബാക്കി ശാസ്ത്രം പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് സ്വീകാര്യമാണ്. കൂടിക്കിടക്കുന്ന നക്ഷത്ര സമൂഹങ്ങളിൽ നമ്മുടെ നക്ഷത്ര സമൂഹം, ഭൂമി ഉൾക്കൊള്ളുന്ന നക്ഷത്ര സമൂഹത്തിന്റെ പേര് മിൽക്കി വേ ഗാലക്സി എന്നാണ്. ക്ഷീരപഥം,
സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ക്ഷീരപഥത്തിലെ ഒരു സമൂഹമാണ് സൗരയൂഥം. നമ്മുടെ സൂര്യൻ ഉൾക്കൊള്ളുന്ന സൗരയൂഥം. അതിൽ 8 ഗ്രഹങ്ങളുണ്ട്, അതൊക്കെ നമുക്കറിയാം. ഇനി നമ്മൾ പഠിക്കുന്നതിൽ ദൈവം ലോകത്തെ സ്നേഹിച്ചതിന്റെ തെളിവ്, അല്ലെങ്കിൽ ദൈവം എന്തിനാണ് ലോകത്തെ സ്നേഹിച്ചത്? നിന്നെയും എന്നെയും സൃഷ്ടിച്ച് ഈ ഭൂമിയിലാക്കാൻ വേണ്ടിയാണ് ദൈവം ഈ കോടിക്കണക്കിന് ആകാശഗോളങ്ങളിൽ ഒന്ന് തിരഞ്ഞെടുത്തു. ഒന്ന്. നമുക്ക് ചുറ്റുമുള്ള ആയിരം നമ്മുടെ കോടിക്കണക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ മണ്ടേ കയറത്തില്ല. ലക്ഷം എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് അത്ര ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ആയിരം ഗോള സമൂഹത്തിൽ ഒരേ ഒരു ഗോളമാണ് ഭൂമി. ആ ഭൂമിയെ ദൈവം സ്നേഹിച്ചു. എല്ലാ ഗോളങ്ങളെയും ദൈവം സൃഷ്ടിച്ച്. എന്നിട്ട് ദൈവം ലോകത്തെ സ്നേഹിച്ചു. കാരണം മനുഷ്യനെ സൃഷ്ടിച്ച് ദൈവം ആക്കി വെക്കാൻ ഉദ്ദേശിച്ച ആകാശഗോളം ഭൂമിയാണ്. ചന്ദ്രനല്ല, ചൊവ്വയല്ല, ബുധനല്ല, ശുക്രനല്ല, ഭൂമിയാണ്. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞ് ലോകത്തെ സ്നേഹിച്ചെന്ന്. ദൈവം ഈ ഗോളത്തെ, ഭൂമി എന്ന ഗോളത്തെ സ്നേഹിച്ചതിന്റെ തെളിവെന്താ? 2-3 തെളിവുകൾ പെട്ടെന്ന് കുറിച്ചു. ഒന്ന്, ഇതിന്റെ അന്തരീക്ഷം. പെട്ടെന്ന് അന്തരീക്ഷത്തെ മാത്രം എഴുതിയാൽ മതി. വേറെ ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന അന്തരീക്ഷം ലോകത്തിൽ വേറെ ഒരു ഗോളത്തിലും അല്ല, ലോകത്തിലല്ല, പ്രപഞ്ചത്തിൽ ഒരു ഗോളത്തിലും ഇല്ല. ഭൂമിയിൽ മാത്രമേ ഉള്ളൂ അന്തരീക്ഷം. എന്താ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ എന്താ? ഭൂമിയുടെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ എന്താ? കുഞ്ഞുങ്ങൾ ചോദിച്ചാൽ പറയാൻ വേണ്ടിയാ. അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ പുതപ്പാണ്. ഭൂമിയുടെ പുതപ്പാണ് അന്തരീക്ഷം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യും? തണുപ്പ് കാലത്ത് ഒരു പുതപ്പിട്ട് കൊടുക്കും. എന്തിനാ? അധികം തണുപ്പ് തട്ടാതിരിക്കാൻ വേണ്ടി. ചൂടുണ്ടാവുമ്പോൾ, ചൂട് വർദ്ധിപ്പിക്കുമ്പോൾ നമ്മൾ ഫാൻ ഓൺ ചെയ്യും, അല്ലെങ്കിൽ AC പ്രവർത്തിപ്പിക്കും. എന്തിനാ? അന്തരീക്ഷം തണുക്കാൻ. അപ്പൊ ഈ അന്തരീക്ഷത്തെ ദൈവം സൃഷ്ടിച്ചത് തന്നെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയാ. എന്താ ചന്ദ്രനിൽ മനുഷ്യന് താമസിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ മനുഷ്യന് ഇല്ലാത്തത്? അവിടെ അന്തരീക്ഷമില്ല. ശ്വസിക്കാൻ വേണ്ടി വായു, ചന്ദ്രനിൽ പോകുന്നവർ ഇവിടുന്ന് വായു കൊണ്ടുപോകണം. വായു എന്ന് പറയാൻ ഓക്സിജൻ കൊണ്ടുപോകണം. അപ്പോ ഈ അന്തരീക്ഷത്തില് ഏറ്റവും കൂടുതലുള്ളത് നൈട്രജനാണ്. 78% നൈട്രജനുള്ള, 21% ഓക്സിജൻ. അപ്പൊ 99%. ബാക്കിയാണ് കാർബൺ ഡൈ ഓക്സൈഡും ആർഗോണും ഹീലിയോ, അങ്ങനെ ഒത്തിരി മറ്റു വാതകങ്ങളുണ്ട്. അപ്പൊ മനുഷ്യൻ ജീവിക്കാൻ വേണ്ടി ഈ വാതകങ്ങളെല്ലാം ദൈവം ഭൂമിയിൽ സൃഷ്ടിച്ചു. നല്ല മനോഹരമായ അന്തരീക്ഷം നമുക്ക് തന്നു. പ്രത്യേകിച്ച് കേരളത്തെ കുറിച്ച് പറയുമ്പോൾ, കേരളം AC ചെയ്താണ് ദൈവം ഭൂമിയിലേക്ക് വിട്ടത്. ഇതുപോലെ എൻ്റെ അറിവിൽ ലോകത്തിലെ ഏത് കാലാവസ്ഥയിലും യാതൊരു പ്രത്യേക ഡ്രസ്സ് സൗകര്യം ഒന്നും ഇല്ലാതെ ഇറങ്ങി നടക്കാൻ പറ്റുന്ന ഭൂമിയിലെ ഒരു നല്ല സ്ഥലമാണ് കേരളം. കൊടും ചൂടില്ല, കൊടും തണുപ്പില്ല, കൊടുകായിട്ടുള്ള പ്രകൃതിക്ഷോഭങ്ങളില്ല, ഭീകരമായ ഭൂമി കുലുക്കമോ അഗ്നിപർവ്വത സ്ഫോടനമോ ഒന്നുമില്ല, എന്തിനേറെ അതികഠിനമായ വർഗീയ കലാപങ്ങളില്ല. ഇതൊന്നുമില്ലാതെ ഈ കൊച്ചു കേരളത്തിൽ ജനിക്കാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നെൻ്റെ സഹോദരങ്ങളെ. അതുകൊണ്ട് ഞാൻ പറയാറുണ്ട്, എല്ലാ ക്രിസ്ത്യാനിയും, ഓരോ ക്രിസ്ത്യാനിയും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി പ്രകടിപ്പിക്കണം. നന്ദി പ്രകടിപ്പിക്കുന്നത് ഈ കർത്താവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടായിരിക്കണം. ലോകത്തിലെ ഇംഗ്ലണ്ടിൽ നിന്നും മറ്റും ലോകത്തിന് നാനാഭാഗത്തേക്കും സുവിശേഷം പ്രചരിപ്പിക്കാൻ ആളുകൾ പോയി. പണ്ട് വില്യം കേറി അങ്ങനെ വന്നതാണ്. 1793 വില്യം കേറി ഇന്ത്യയിൽ വന്നത്. ഇന്ന് ഇംഗ്ലണ്ട് തവിട് പൊടിയായി. കർത്താവിനെ ഉപേക്ഷിച്ച ഇംഗ്ലണ്ട് തവിട് പൊടിയായി. അങ്ങോട്ട് ഭീകരവാദികളും അക്രമങ്ങളും അരാജകത്വം ഒക്കെ കുടിയേറി നാളത്തെ ഇംഗ്ലണ്ടിന്റെ ഭാവിയെക്കുറിച്ച് വളരെ പേടിയോടെ മനുഷ്യർ കാത്തിരിക്കുക. കേരളം ഒരു കാലത്ത് സുവിശേഷത്തിന്റെ വിളഭൂമിയായിരുന്നു. സുവിശേഷത്തിന്റെ ധാരാളം മിഷണന്മാർ കേരളത്തിൽ വന്നു, സുവിശേഷം പ്രചരിപ്പിച്ചു. കേരളത്തിൽ നിന്നും ആയിരക്കണക്കിന് സുവിശേഷകർ പുറത്തേക്ക് പോയി. ഇന്ന് അങ്ങനെ പോകുന്നുണ്ടോ എന്നെനിക്ക് സംശയമാണ്. ഇന്ന് കേരളത്തിൽ തന്നെ പ്രവർത്തിക്കാൻ സുവിശേഷകരെ ലഭ്യമല്ല. നമ്മൾ നന്ദിയില്ലാത്ത ജനമായി മാറി. ഇത്രയധികം അനുകൂലമായ ഘടകങ്ങൾ കിട്ടിയ ലോകത്തിലെ എല്ലാ ഭൗതിക വിദ്യാഭ്യാസവും, എല്ലാം സൗകര്യമുണ്ട്. ആത്മീയ വിദ്യാഭ്യാസത്തിന് ഒന്ന് താല്പര്യം വെച്ചാൽ മതി,
സൗജന്യമായി ക്ലാസ്സുകൾ എടുക്കാതെ നമ്മുടെ ഗ്രൂപ്പുകൾ പോലെയുള്ള എത്രയോ ഗ്രൂപ്പുകളുണ്ട്. ഇത്രയൊക്കെ സൗകര്യം ദൈവം തന്നിട്ടും നന്ദിയില്ലാത്തവരായി മാറുന്നില്ലേ എന്ന് സംശയം. അപ്പൊ ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ അന്തരീക്ഷം ഭൂമിക്ക് നൽകി. ദൈവം ലോകത്തെ സ്നേഹിച്ചു. പിന്നെ ഒരു കാര്യം, നമ്മൾ ചന്ദ്രനിലോ ചൊവ്വയിലോ ഒക്കെ പോയാൽ അവിടെ മഴക്കാലവും ഇല്ല, മഞ്ഞുകാലവും ഇല്ല, വേനൽക്കാലവും ഇല്ല, ഏതാണ്ട് എല്ലാം ഒരുപോലെ ഇരിക്കും. അങ്ങനെ ഇരുന്നാൽ എന്താ കുഴപ്പമെന്നറിയാവോ? നമുക്ക് കൃഷി ചെയ്യാൻ പറ്റത്തില്ല, ഇവിടെ പച്ചിലകൾ ചെടികൾ ഉണ്ടാകത്തില്ല. ഇപ്പം നമ്മുടെ ഭൂമി അങ്ങനെ ഈ ഋതുഭേദങ്ങൾ എന്ന് പറയും, അല്ലെങ്കിൽ മഴക്കാലം, മഞ്ഞുകാലം, വേനൽക്കാലം, വിവിധ കാലങ്ങൾ മാറി വരാൻ കാരണം എന്താണെന്നറിയാവോ? സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. എന്താ ഭൂമിയിൽ മാത്രം അങ്ങനെ വിവിധ കാലം എന്ന് പറഞ്ഞാൽ ഋതുഭേദങ്ങൾ വരാൻ കാരണം ഭൂമിയെ ദൈവം അല്പം ചെരിച്ചാ വെച്ചിട്ടുള്ളത്. 23.5 ഡിഗ്രി ചെരിച്ചു വെച്ചു ഭൂമിയെ. അതെന്താ അങ്ങനെ വെക്കാൻ കാരണം? ദൈവം ലോകത്തെ സ്നേഹിച്ചത് കൊണ്ട് അങ്ങനെ വെക്കുന്നത്. അങ്ങനെ 23.5 ഡിഗ്രി ദൈവം ഭൂമിയെ ചെരിച്ചു വെച്ചത് കൊണ്ടാണ് ഭൂമിയില് മഴക്കാലം. 23 ഡിഗ്രി ചെരിവുള്ളത് കൊണ്ടാണ് വേനൽ. എന്തിനാ വേനല്? വേനൽ വേണം സസ്യങ്ങൾക്ക് വളരാനേ, മഴ വേണം സസ്യങ്ങൾക്ക് വളരാനേ. മഞ്ഞുകാലം എന്ന് പറയുന്ന ഒരു കാലമുണ്ട് പല രാജ്യങ്ങളിലും, നമുക്ക് അങ്ങനെ മഞ്ഞുകാലം പ്രത്യേകിച്ചില്ല. അപ്പൊ ഈ വിവിധ കാലങ്ങൾ വരാൻ കാരണം ഭൂമിയുടെ 23.5 ഡിഗ്രി ചെരിവ് കൊണ്ടാണ്. അതാണ് ഭൂമിയെ ദൈവം സ്നേഹിച്ചതിന് മറ്റൊരു കാരണം. തെളിവ് ഇനി മൂന്നാമതൊരു തെളിവൂടെ പറഞ്ഞ് നമുക്ക് ആ ഭാഗം അവസാനിപ്പിക്കാം. ഭൂമിയിലെ ജലം, ഭൂമിയെ ഒരു ജലഗ്രഹം എന്നാ പറയുന്നത്. ജലഗ്രഹം. എർത്ത് ഈസ് എ ബ്ലൂ പ്ലാനറ്റ് ആണ്. ബ്ലൂ പ്ലാനറ്റ്. അകലേന്ന് നോക്കിയാൽ നമ്മുടെ ഭൂമി നീല നിറത്തിൽ കാണാം. എന്തായിരിക്കും കാരണം? സമുദ്രമാ ഭൂമിയിൽ കൂടുതൽ. 71% സമുദ്രമാണത്രേ. ജലമാണ് ഭൂമിയിൽ കൂടുതൽ. സമുദ്രത്തിൽ നിന്ന് ഉയർന്നു വന്നതായിട്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് തന്നെ. ഉണങ്ങിയ നിലം കാണായി വരട്ടെ. വെള്ളത്തിൽ നിന്ന് ഉണങ്ങിയ നിലം ഉയർന്നു വന്നു. ജലമാണ് കൂടുതൽ. എന്താ അങ്ങനെ ജലമാകാൻ കാരണം? ഇനി നമ്മുടെ ഭൂമി കുഴിച്ചു എന്നാലും അടിയിൽ ജലമാ. അപ്പോ ജലം ജീവന്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. ജലമില്ലാത്തതുകൊണ്ടാ ചന്ദ്രനിലും ചൊവ്വയിലൊന്നും മനുഷ്യനും ജീവജാലങ്ങളും ഇല്ലാത്തത്. എന്നിട്ട് പിന്നെ ശാസ്ത്രജ്ഞന്മാര് പഠിച്ചുകൊണ്ടിരിക്കുക, ജീവന്റെ എന്തെങ്കിലും ലക്ഷണമുണ്ടോ? ലക്ഷണം വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ജലം വേണം. എല്ലാ ജീവജാലങ്ങൾക്കും ജലം വേണം. ആദ്യം അവർ പഠിക്കുന്നത് ചൊവ്വയിൽ ജലത്തിന്റെ അംശം ഉണ്ടോന്നാ. ജലത്തിന്റെ അംശം ഉണ്ടോന്ന് കണ്ടെത്തിയാൽ മാത്രമേ പിന്നെ ജീവന്റെ അംശം ഉണ്ടോന്ന് നോക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മള് ഭൂമിയെ അല്ലെങ്കിൽ ലോകത്തെ ദൈവം സ്നേഹിച്ചു. അത് ലോകത്തെ സ്നേഹിച്ചിട്ട് മറ്റ് നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്, ഇപ്പൊ ഈ പറഞ്ഞതെല്ലാം ഭൂമിശാസ്ത്രപരമായും ഒക്കെയുള്ള തെളിവാണ് പറഞ്ഞത്. ഏതൊക്കെ? 23.5 ഡിഗ്രി ചെരിവ്, ദൈവം അന്തരീക്ഷം ഭൂമിക്ക് നൽകിയത്, ജലം ഭൂമിക്ക് നൽകിയതൊക്കെ മനുഷ്യന് വേണ്ടി ദൈവം സൃഷ്ടിച്ചതാ. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, അതായത് ദൈവം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ ഗിഫ്റ്റാണ് യേശുക്രിസ്തു എന്ന് പറഞ്ഞതിലെ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, ദൈവം ലോകത്തിന് യേശുവിനെ നൽകി. ഏറ്റവും വലിയ ഗിഫ്റ്റ് യേശുവിനെ നൽകി. അത് വെറുതെ കേവലം നൽകുകയില്ല, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്, നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടിയാണ് യേശുവിനെ ലോകത്തിന് ദൈവം നൽകിയത്. അതാണ് ഞാൻ പറഞ്ഞ ദൈവം നൽകിയ ഏറ്റവും വലിയ ഗിഫ്റ്റ്. നമ്മുടെ മക്കൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ് എന്താ? കർത്താവിനെ കൊടുക്കുക എന്നുള്ള, കർത്താവിനെ കുറിച്ച് പറഞ്ഞു ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാ. അത് ഹൃദയത്തിന്റെ ആഴങ്ങളിൽ അങ്ങോട്ട് പതിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരിക്കലും അത് വിട്ടുമാറാത്ത വിധത്തിലുള്ള ഹൃദയത്തിൽ പതിച്ചു കൊടുക്കണം. സ്നേഹവാനായ ഈ കർത്താവിനെ കുറിച്ച് സുവിശേഷങ്ങളിൽ കാണുന്ന സ്നേഹവാനായ പാപപരിഹാരം നൽകുന്ന കർത്താവിനെ കുറിച്ച് നമ്മുടെ സഹോദരങ്ങൾക്ക്, കൂടെ ജോലി ചെയ്യുന്നവർക്ക്, കൂടെ പഠിക്കുന്നവർക്ക് പങ്കുവെക്കുവാൻ നമ്മളെ മക്കളെ പ്രാപ്തരാക്കണം. ഈ പറഞ്ഞതെല്ലാം റെക്കോർഡ് ചെയ്ത് ദൂരെയൊക്കെ ഉള്ള നമ്മുടെ യുവാക്കളായ മക്കൾക്ക് അയച്ചു കൊടുക്കണം കേട്ടോ. മക്കൾക്ക് അയച്ചു കൊടുക്കണം. അവരവരുടെ തിരക്കിൽ കേൾക്കാൻ വിസമ്മതിക്കും. എവിടെ അമ്മ എനിക്കിതിനൊക്കെ സമയം? എന്നാലും ഒരു 15-20 മിനിറ്റ് അവരിത് കേൾക്കാൻ വേണ്ടി അയച്ചു കൊടുക്കണേ. മക്കളെ, ഇത് കാലിന് ദീപമാണ്,
പാതയ്ക്ക് പ്രകാശമാണ്, ഹൃദയത്തിന് വെളിച്ചമാണ്, മനസ്സിന് സ്വസ്ഥതയാണ്, നമ്മുടെ ഹൃദയത്തിന് ആശ്വാസമാണ്. ഇത് വിട്ട് എത്ര വലിയ പഠനമുള്ളവരും നിങ്ങൾ ഇത് വിട്ട് പോകരുത് എന്ന് പറയാൻ വേണ്ടി. ഓക്കെ, അപ്പല്ലോ ഒന്നാമത്തെ പോയിന്റ്, നിസ്തുലനായ ക്രിസ്തു എന്നതിലെ ഒന്നാമത്തെ പോയിന്റാണ് ദൈവം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ ഗിഫ്റ്റാണ് കർത്താവായ യേശു ക്രിസ്തു. 2, ഈ വിശ്വാസമാർഗമാണ് ഏറ്റവും വിശ്വസനീയം. ലോകത്തിൽ ഉള്ള എല്ലാ ചിന്താധാരകളെ കുറിച്ചും പഠിച്ച് ഡോക്ടറേറ്റ് എടുക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല എങ്കിലും നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ച് നോക്കിയാൽ ലോകത്തിലെ ഏറ്റവും സാമാന്യ ബുദ്ധിക്ക് ഏറ്റവും വിശ്വസനീയമായ വിശ്വാസധാര, ചിന്താധാര ക്രിസ്തു മാർഗമാണ്, അല്ലെങ്കിൽ കർത്താവിലുള്ള വിശ്വാസമാണ്. ഓർത്തോണം, ഒരിക്കലും മറ്റുള്ളവരുടെ ഞങ്ങളുടെ ക്രിസ്തു മതമാണ് മെച്ചപ്പെട്ടത് എന്ന് ആരോടും പറഞ്ഞേക്കരുതേ. മതമല്ല, മതത്തിൻ്റെതായ എല്ലാ ദോഷങ്ങളും നമ്മുടെ ക്രിസ്തു മതത്തിലും ഉണ്ട്. അതുകൊണ്ട് ക്രിസ്തുവിന്റെ മാർഗമേ പറയാവൂ. സുവിശേഷം പങ്കുവെക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് മാത്രമേ പറയാവൂ. ഞങ്ങളുടെ മതമെന്നോ എന്തിനേറെ പെന്തക്കോസിലോട്ട് വരാൻ പറഞ്ഞു പോലും നമ്മൾ ആളുകളെ ക്ഷണിക്കരുത്, ക്രിസ്തുവിലേക്ക് വരാൻ പറഞ്ഞേ ക്ഷണിക്കാവൂ. ഓർത്തിരുന്നോണം. അങ്ങനെ പെന്തക്കോസിന്റെ മേന്മ പറഞ്ഞ്, അല്ലെങ്കിൽ മർത്തോമാക്കാരാണ് ഞങ്ങൾ കത്തോലിക്കരാ, ലോകത്തിലെ ഏറ്റവും വലിയ പ്രധാന സഭയുടെ ഞങ്ങളിലോട്ട് വാന്നും പറഞ്ഞാൽ നമ്മൾ വിളിക്കുന്നതെങ്കിൽ, നമ്മളിലെ ഒരു കുറ്റം കാണുമ്പോൾ, നമ്മുടെ മതത്തിലെ നമ്മുടെ സഭയിലെ ഒരു കാര്യം കാണുമ്പോൾ, അയ്യേ ഇതിനാണോ ഞങ്ങൾ വന്നെന്നും പറഞ്ഞവര് നമ്മളെ പള്ളു പറഞ്ഞ് ഇറങ്ങിപ്പോവും. ക്ഷണിക്കേണ്ടത് എങ്ങോട്ടാ ക്ഷണിക്കേണ്ടത്? ക്രിസ്തുവിലേക്ക് മാത്രമേ മനുഷ്യരെ ക്ഷണിക്കാവേ എന്ന കാര്യം ഓർപ്പിക്കുന്നു. അപ്പൊ ഏറ്റവും വിശ്വസനീയമാണ് കർത്താവിന്റെ ഈ മാർഗം എന്ന് പറയുന്നത്, വിശ്വസിക്കാൻ ഏറ്റവും മാർഗം. ഞാൻ 1-2 ഉദാഹരണങ്ങൾ അതിൽ പറയാൻ കേട്ടോ. കർത്താവ് എന്തിനാ ഭൂമിയിൽ വന്നത്? ഭൂമിയിൽ വന്നത് ഒറ്റ വാക്കിന് ആരെങ്കിലും ചോദിച്ചാൽ മാനവരാശിയുടെ പാപപരിഹാരത്തിന്. ഓക്കെ, പാപപരിഹാരിക്കാൻ വേണ്ടിയാ കർത്താവ് വന്നത്, അല്ലെങ്കിൽ മാനവരാശിയുടെ രക്ഷയ്ക്ക് വന്നു. അതുകൊണ്ടാണ് രക്ഷകനെ നമ്മൾ പറയുന്നത്. അപ്പൊ മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ വേണ്ടി ധാരാളം അവതാരങ്ങൾ മറ്റ് പലതിലും നമ്മൾ കാണുന്നുണ്ട്. പല അവതാരങ്ങൾ, അതൊന്നും തെറ്റാണെന്നൊന്നും അല്ല നമ്മൾ പറയുന്നത്. നമുക്ക് ഏറ്റവും വിശ്വസനീയമാണ് നമ്മൾ ഈ പറയുന്നത് ഏത്? കർത്താവിന്റെ കുരിശുമരണം, പാപപരിഹാരത്തിന് വേണ്ടി ഏറ്റവും വിശ്വസനീയം. അങ്ങനെയാണല്ലോ നിങ്ങൾ എഴുതിയ മറ്റു മാർഗങ്ങളൊന്നും തെറ്റാണെന്നോ മിത്താണെന്നോ ഒന്നുമല്ല നമ്മൾ പറയുന്നത്. മിത്താണ്, എല്ലാം മിത്താണ്. പക്ഷെ അതൊന്നും നമ്മൾ മറ്റുള്ളവരോട് പറയാൻ പാടില്ല. നമ്മുടെ വിശ്വാസ മാർഗത്തിന്റെ ശ്രേഷ്ഠതയാണ് നമ്മൾ പഠിക്കുന്നത്. ഞാൻ 1-2 എക്സാമ്പിൾ പറയാം ഇതിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് പഠിക്കുമ്പോൾ. ഒന്ന്, പല മാർഗങ്ങൾ, രക്ഷയ്ക്ക് പല മാർഗങ്ങൾ ലോകം മുന്നോട്ട് വെക്കുന്നുണ്ട്. ലോകം, അതിലൊന്നാണ് തീർത്ഥയാത്ര. ചില ചിന്താധാരകൾ, മതങ്ങൾ തീർത്ഥയാത്ര നടത്തിയാൽ എല്ലാ പാവങ്ങളും പരിഹരിക്കും. കേൾക്കുന്നുണ്ടല്ലോ? ഉദാഹരണത്തിന് ഒരു ഗംഗാ നദിയിൽ പോയി സ്നാനം ചെയ്താൽ, മുങ്ങിയാൽ എല്ലാ പാവവും പരിഹരിക്കുമെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അവരുടെ വിശ്വാസം തെറ്റാണോ? അല്ല, അവരുടെ വിശ്വാസം തെറ്റല്ല, അതൊന്നും നമ്മൾ പരിഹസിക്കുന്നില്ല. പക്ഷെ അതിലൊരല്പം യുക്തി നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ തെറ്റ് ചെയ്യുന്നു, ഗംഗയിൽ പോയി, കാശി പോവുക എന്ന് കേട്ടില്ലേ പണ്ട്? കാശിയിൽ പോവുക, കാശി എന്ന് പറഞ്ഞാൽ ഗംഗാ നദിയുടെ തീരത്തുള്ള നഗരം. ഗംഗയിൽ പോയി മുങ്ങുന്നു, പാപം പരിഹരിക്കുന്നു. അതിൽ യുക്തിപരമില്ല, അവരുടെ വിശ്വാസം ഓക്കെ. അപ്പോ അങ്ങനെയെങ്കിൽ പണക്കാർക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. വേറെ ചിലരാണെങ്കിൽ വളരെ ദൂരെ യാത്ര ചെയ്ത് വേറെ രാജ്യത്ത് ചെന്ന് തീർത്ഥാടനം നടത്തുന്നു. അവർ വിശ്വസിക്കുന്ന അവരുടെ പാപം എല്ലാം പരിഹരിച്ചു എന്ന്. അങ്ങനെ തീർത്ഥാടനം ചെയ്താൽ പാപം പരിഹരിക്കുമെന്നുണ്ടെങ്കിൽ പാപം പിന്നെയും ചെയ്യാം. അടുത്ത കൊല്ലത്തെ തീർത്ഥാടനത്തിൽ അതും പരിഹരിക്കപ്പെടുമല്ലോ. പാപത്തിൽ ജീവിക്കുന്നവരൊരു കുഴപ്പമില്ലല്ലോ. ഏത് പാപം ചെയ്താലും ഒരു തീർത്ഥാടനം നടത്തിയാൽ പാപം പരിഹരിക്കുക പോരെ. എത്രയോ ആയിരക്കണക്കിന് തീർത്ഥാടന കേന്ദ്രങ്ങൾ, പോട്ടെ 10,000-കണക്കിന് തീർത്ഥാടന കേന്ദ്രങ്ങളുള്ള സ്ഥലമാണ് അത് നമ്മുടെ ഇന്ത്യ രാജ്യം, ലോകത്തിന് വിവിധ ഭാഗങ്ങൾ. അപ്പൊ എവിടെയെങ്കിലുമൊക്കെ പോയി തീർത്ഥാടനം നടത്തി പാവമൊക്കെ പരിഹരിച്ചാൽ പോരെ.
ഒരു കുഴപ്പമില്ലല്ലോ. അപ്പൊ അതിൽ യുക്തിയില്ലേ? ഇനി അവതാരങ്ങളുടെ കാര്യം നോട്ടു. നിങ്ങൾ നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്നവരാണ്. നമ്മൾ 10 അവതാരങ്ങളെ കുറിച്ച് വിശ്വസിക്കുന്നവരാണ് ഭൂരിപക്ഷം ഇന്ത്യക്കാർ. നമ്മൾ ഇന്ന് യുക്തിപരമായി ഒന്ന് എടുത്തു നോക്കി. 10 അവതാരങ്ങൾ: മത്സ്യ, കൂർമ്മ, വരാഹ, നരസിംഹ, വാമനൻ, രാമ, രാമച്ച, കൃഷ്ണ, കൽക്കി, ജനാർദ്ദനൻ. ഇങ്ങനെ 10 അവതാരങ്ങളാണുള്ളത്. എല്ലാ അവതാരങ്ങളെ കുറിച്ചും നമ്മൾ പഠിക്കുന്നില്ല. ഞാൻ 1-2 പെട്ടെന്ന് സൂചിപ്പിച്ചു വിടാം. ഇത് ആരെയും പരീക്ഷിക്കുന്നതിനോ കൊച്ചാക്കുന്നതിനോ വേണ്ടിയല്ല, പകരം കർത്താവിന്റെ മനുഷ്യാവതാരത്തിന്റെ ശ്രേഷ്ഠത ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയുക. ആദ്യത്തെ അവതാരം എന്ന് പറയുന്നത് മത്സ്യാവതാരം. കർത്താവ് വന്നത് മനുഷ്യനായി വന്നു. എന്നാൽ നമ്മൾ പഠിക്കുന്ന ഇന്ത്യൻ സംസ്കാരത്തിലെ ഒരു അവതാരം എന്ന് പറയുന്നത് മത്സ്യമാണ്. മത്സ്യം എന്തിനാ വന്നെന്നറിയോ? മാനവരാശിയെ രക്ഷിക്കുന്നതിന് വേണ്ടി, ഭൂമിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് മത്സ്യം അവതരിച്ചത്. മത്സ്യമായിട്ട് ദൈവം വന്നു. ആ മത്സ്യത്തിന് മനുഷ്യന്റെ ഹൃദയത്തെ കീഴടക്കാൻ പറ്റുകയില്ല എന്നുള്ളത് നമുക്ക് കോമൺ സെൻസ് നമുക്ക് ആലോചിച്ചാൽ അറിയാം. മത്സ്യം. പിന്നെ അടുത്ത അവതാരം എന്ന് പറയുന്നത് ആമയാണ്. കൂർമ്മം എന്ന് പറഞ്ഞ ആമ ഒരു അവതാരമാണ്. ആരാണ്? ദൈവം ആമയായിട്ട് അവതരിച്ചു. ഇതൊന്നും പരിഹസിക്കാൻ വേണ്ടി നമ്മൾ പറയല്ല കേട്ടോ. ഇതൊന്നും സുവിശേഷ പ്രചരണത്തിൽ നിങ്ങൾ പറയുകയും ചെയ്യരുത്. പകരം ഇതെല്ലാം നമ്മൾ അറിയാൻ വേണ്ടി, കർത്താവിന്റെ മനുഷ്യാവതാരത്തിന്റെ ശ്രേഷ്ഠത അറിയാൻ വേണ്ടി മാത്രമാണ് പറയുന്നത്. ഇന്ത്യ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഇന്ത്യൻ സംസ്കാരത്തെയും ഇന്ത്യയുടെ അവരുടെ മിത്ത് ആയിക്കോട്ടെ, അവരുടെ ഭാവനയോ സങ്കല്പം എന്തായിക്കോട്ടെ, അത് നമ്മൾ മാനിച്ചു മാത്രമേ നമ്മൾ പെരുമാറാവൂ. പക്ഷെ ഓർത്തിരിക്കുക, എങ്ങനെയാണ് ഒരാമയ്ക്ക് മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ കഴിയുക? ആമയിൽ വിശ്വസിച്ചതുകൊണ്ട് നമുക്ക് മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ കഴിയില്ല. പല ന്യായങ്ങൾ അവർക്ക് കാണുമായിരിക്കും. ഈ ആമ വന്നത് തന്നെ എന്തിനാണെന്നറിയാവോ? ആമ അവതരിച്ചത് തന്നെ മന്ദരപർവ്വതത്തെ ഉപയോഗിച്ച് പാലാഴി കടഞ്ഞപ്പോ ഈ മന്ദരപർവ്വതം താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടി ഒരാമയായി വന്ന് ദൈവം, അല്ലെങ്കിൽ മഹാവിഷ്ണുവിന്റെയാണ് 10 അവതാരങ്ങൾ, ആമയായി വന്ന് ഈ മന്ദരപർവ്വതത്തെ താങ്ങി നിർത്തി. എന്തിനാണ് മന്ദരപർവ്വതം ഉണ്ടായെന്നറിയാവോ? ദേവന്മാരും അസുരന്മാരും തമ്മിൽ അമൃതിനു വേണ്ടി യുദ്ധം നടത്തി. അമൃതം എന്ന് പറഞ്ഞാൽ മരണമില്ലാത്ത സാധനം. അത് കഴിച്ചാൽ പിന്നെ മരിക്കലത്രേ. മരിക്കാതിരിക്കാൻ വേണ്ടി ദേവന്മാരും അസുരന്മാരും തമ്മിൽ യുദ്ധം നടത്തിയപ്പോൾ അവർ പാലാഴി കടയാൻ തീരുമാനിച്ചു. പാലാഴി കടയുന്ന എങ്ങനെയാണ്? വലിയ മന്ദരപർവ്വതത്തെ കൊണ്ടുവന്ന് പാലിന്റെ സമുദ്രത്തിലിട്ടു. എന്നിട്ട് അത് കടയണം. നമ്മൾ പണ്ടൊക്കെ ഈ തൈര് കടയുന്ന പോലെ. അപ്പൊ ഒരു വലിയ പർവ്വതം കൊണ്ടുവന്നിട്ടു. ആ പർവ്വതത്തിന് ചുറ്റും ഒരു പാമ്പിനെ ഉപയോഗിച്ചു. വലിയ പാമ്പ്. എൻ്റെ ഓർമ്മ, പണ്ട് ചെറുപ്പകാലങ്ങളൊക്കെ വായിച്ചതാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ പാമ്പിന്റെ പേര് വാസുകി എന്നാണ്. വാസുകി ഉപയോഗിച്ച ഈ മന്ദരപർവ്വതം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ദേവന്മാരും അസുരന്മാരും ഈ പാമ്പിനെ മന്ദരപർവ്വതത്തെ ചുറ്റി ഇങ്ങനെ വലിച്ചു കടഞ്ഞു. അങ്ങനെ കടഞ്ഞപ്പോ ഈ മന്ദരപർവ്വതം സമുദ്രത്തിലോട്ട് താഴ്ന്നു പോകത്തില്ലേ? പാലാഴിയിലോട്ട് താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടി ആമ വന്ന് ഈ മന്ദരപർവ്വതത്തെ പൊക്കിപ്പിടിച്ചു. അതിനുവേണ്ടിയാണ് ആമ ജന്മം കൊണ്ടത്, അല്ലെങ്കിൽ അവതാരം എടുത്തത്. അപ്പൊ ഈ പാമ്പിനെ പിടിച്ചിങ്ങനെ വലിച്ചപ്പോൾ പാമ്പിന്റെ വായിൽ നിന്ന് കാളകൂട വിഷം പുറത്തേക്ക് വന്നു. അപ്പൊ പാമ്പിന്റെ ഈ വായിൽ നിന്ന് ഈ കാളകൂട വിഷം പുറത്തേക്ക് വന്നപ്പോ ആ വിഷം ഭൂമിയിൽ വീണാല് ഭൂമി നശിക്കും, ലോകം നശിക്കും. നശിക്കാതിരിക്കാൻ വേണ്ടി ശിവൻ എന്ത് ചെയ്തു? വാ തുറന്ന് ഈ വിഷം തൻ്റെ വായിലേക്ക് അങ്ങോട്ട് എടുത്തു. അപ്പം വിഷം ഉള്ളിൽ ചെന്നാൽ ശിവൻ മരിച്ചു പോകും. അപ്പൊ ഇത് കണ്ടപ്പോ പാർവതി ഓടി വന്നു. ശിവൻ മരിക്കാതിരിക്കാൻ വേണ്ടി പാർവതി ഓടി വന്ന് എപ്പോഴും ആദാമിന്റെ കാര്യം വരും. പാർവതി ഓടി വന്ന് നമ്മുടെ ശിവന്റെ കഴുത്തിന് വെക്കിപ്പിടിച്ചു. എന്തിനാ? വിഷം ഇറങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി. അങ്ങനെ ഈ വിഷം ശിവന്റെ കഴുത്തിൽ അവിടെ ഉറച്ചുപോയി. അതുകൊണ്ടാണ് ശിവൻ പിന്നീട് നീലകണ്ഠൻ എന്നറിയപ്പെടുന്നത്. നീലകണ്ഠൻ, കണ്ഠൻ എന്ന് പറഞ്ഞാൽ കഴുത്ത്. ഈ വിഷം അവിടെ തങ്ങി നിന്നുകൊണ്ടാണ് നീലകണ്ഠനായി. അതാണ് പിന്നെ ചുരുങ്ങി നീലാണ്ടൻ എന്നൊക്കെ പറയുന്നത് ശിവനാണ്. അതാണ് ആ കഥ, ആ മിത്ത്. അതെന്തേലും ആട്ടെ, അത് മിത്താണെന്നൊന്നും പ്രസംഗിക്കാനല്ല അത് നിങ്ങളോട് പറയുന്നത്. മനുഷ്യാവതാരത്തിന്റെ ഗ്രേറ്റ്നെസ് അറിയാൻ വേണ്ടിയിട്ടാണ്.
ഇതേപോലെ പണ്ട് തമാശയായിട്ട് പറയാറുണ്ടത്, അതും കഥ മാത്രമാണ്. ആദാമിന്റെ കാര്യം കഥയല്ല, അത് യാഥാർത്ഥ്യമാണ്. ആദാം പഴം നിന്ന് പകുതി ഇങ്ങനെ തൊണ്ടയിൽ ചെന്നപ്പോ ആദാം ചോദിച്ചു, ഇത് എവിടുന്ന് കിട്ടിയടി? അപ്പൊ ഹവ്വ പറഞ്ഞു, അത് തിന്നോ മനുഷ്യ? അത് ഇന്നാള് ദൈവം പറഞ്ഞില്ലേ ഒരു പഴം തിന്നരുതെന്ന്, എന്നാ ടേസ്റ്റാ, അതൊന്ന് തിന്നാ നിങ്ങൾ ദൈവത്തെ പോലെ ആവും, നിങ്ങൾ തിന്നോ മനുഷ്യ? പെട്ടെന്ന് ആദാമിന് ആ അപകടം മനസ്സിലായി. ആദാം എന്ത് ചെയ്തു? സ്വന്തം കഴുത്തിന് ഇങ്ങനെ പിടിച്ചു. ഇത് ഇറങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി, ആപ്പിള് തിന്നതേ ഇറങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി ആദാം തന്നെ കഴുത്തിന് ഇങ്ങനെ പിടിച്ചു എന്നും, അങ്ങനെ ഇറങ്ങി കുറച്ച് ആപ്പിൾ കഷ്ണം ഇറങ്ങിക്കാണും. ബാക്കി ആപ്പിള് ഈ തൊണ്ടയിൽ കുരുങ്ങിക്കണം. കാരണം പിടിച്ചിങ്ങനെ ഞെക്കിയത് കാരണം തൊണ്ടയിൽ ആപ്പിൾ കുരുങ്ങിക്കണം. അങ്ങനെയാണ് കഥ വന്നത്. എങ്ങനെ? ഈ പുരുഷന്മാരുടെ തൊണ്ടയിലെ ഈ മുഴ ഇച്ച ഉയർന്നായിരിക്കുന്നത് സാധാരണ സ്ത്രീകളെ കാണും. നിങ്ങൾക്കത് തപ്പി നോക്കിയാൽ അറിയാം. ഈ മുഴയുടെ പേര് തന്നെ എന്താണെന്നറിയാവോ? ആദാമിന്റെ ആപ്പിൾ എന്നാണ്. ആഡംസ് ആപ്പിൾ എന്നാണ് ഈ മുഴയുടെ പേര് തന്നെ. പണ്ട് കഴിച്ച ആപ്പിൾ ഇവിടെ പോയി തങ്ങിയിരിക്കുന്നതാണെന്നാണ്. അത് വെറും കേവലം കഥയാകട്ടോ, അതൊന്നും ബൈബിളിലുള്ള കാര്യമല്ല. ഈ ശിവൻ എങ്ങനെയാണ് നീലകണ്ഠനായെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ കഥ ഓർത്തു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഏറ്റവും വിശ്വസനീയമായ, അതാണല്ലോ നമ്മുടെ രണ്ടാമത്തെ പോയിന്റ്, ആണ് മനുഷ്യാവതാരമായി വന്നത്. അല്ലാതെ മുട്ടയായോ പുഴുവായോ പന്നിയായോ ആമയായോ വന്ന് മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ കഴിയുകയില്ല. അപ്പൊ നമ്മൾ ആ ചോദ്യം, ഈ കാര്യം ലോകത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ നല്ലൊരു ശതമാനം ജനങ്ങൾ വിശ്വസിച്ചിരിക്കുമ്പോൾ അവർ നമ്മോടും ചോദിക്കും, യേശു വന്ന് കുരിശിൽ മരിച്ചതുകൊണ്ട് നിങ്ങളുടെ പാപം എങ്ങനെയാ പോകുന്നത്? ആമയായി വന്നുകൊണ്ട് മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ പറ്റുകയില്ലെന്ന് നമ്മൾ പറയുമ്പോൾ അതൊന്നും അവരോട് പറയരുത്. എങ്കിലും നമ്മളോട് അവർ ചോദിക്കും, യേശു മരിച്ചതുകൊണ്ട് നിങ്ങളുടെ പാപം എങ്ങനെയാ പരിഹരിക്കപ്പെടുന്നത്? മനുഷ്യനായി വന്ന് തന്റെ പാപം മുഴുവൻ വഹിച്ച് നമുക്ക് വേണ്ടി കുരിശിൽ കർത്താവ് മരിച്ചു എന്ന് നാം വിശ്വസിച്ച് നമ്മുടെ പാപങ്ങൾ കർത്താവിനോട് ഏറ്റുപറയുമ്പോൾ മാത്രമേ നമ്മൾ വിശ്വാസിയാകുന്നുള്ളൂ. നമ്മുടെ പാപങ്ങൾ കർത്താവിനോട് ഏറ്റുപറഞ്ഞ് കർത്താവ് അത് ക്ഷമിച്ചു കഴിയുമ്പോഴാണ് നാം ക്രിസ്തുമാർഗത്തിലേക്ക് വരുന്നത്. അല്ലാതെ കർത്താവ് കുരിശിൽ മരിച്ചപ്പോ ലോകത്തിന്റെ മുഴുവൻ പാപമൊന്നും നീങ്ങത്തില്ല. ആ പാപം, ഞാൻ പാപിയാണ്, എനിക്ക് വേണ്ടിയാണ് കർത്താവ് മരിച്ചതെന്ന്, എന്നോട് ക്ഷമിക്കണമേ എന്ന് ഓരോരുത്തരും പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ ആത്മാവിനെ നമുക്ക് നൽകും. അപ്പോൾ മാത്രമേ നമ്മളൊരു വിശ്വാസിയായി മാറുന്നുള്ളൂ എന്ന കാര്യം നമ്മോട് ചോദിക്കുന്നവരോട് പറയണം. ഓക്കെ, മൂന്നാമത്തെ കാര്യം, നിസ്തുലനായ ക്രിസ്തു എന്നതിലെ മൂന്നാമത്തെ പോയിന്റ്, ഏറ്റവും കാലിക പ്രസക്തമാണ് ക്രിസ്തുമാർഗം. ഏറ്റവും കാലിക പ്രസക്തം. ഏത് കാലത്തും എവിടെയും പ്രസക്തമാണ്, പ്രായോഗികമാണ്. ആണല്ലോ. എന്തെങ്കിലും സംശയമുണ്ടോ? അതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന കാര്യമില്ല. ഒരുപാട് സമയത്ത് അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. 2000 വർഷങ്ങൾക്ക് മുമ്പ് മരുഭൂമിയിൽ പ്രസംഗിച്ചു തുടങ്ങിയതാണത്. നമുക്കറിയാം, ഇസ്രായേൽ എന്ന് പറയുന്ന ദേശത്ത് മരുഭൂമിയാണ് കൂടുതൽ. ഇസ്രായേൽ മാത്രമല്ല, ചുറ്റുപാടുമുള്ള രാജ്യങ്ങളെല്ലാം മരുഭൂമിയാണ് കൂടുതലുള്ളത്. മധ്യപൂർവ്വ ദേശം എന്ന് പറഞ്ഞാൽ മരുഭൂമിയാണ്. അവിടെ പ്രസംഗിച്ചു തുടങ്ങിയത് ആഫ്രിക്കൻ വനാന്തരങ്ങളിലേക്ക് ഇടിമുഴക്കമായി കടന്നു ചെന്നു. വളരെ ദ്രോഹികളും കൊലയാളികളുമായ നാടോടി വർഗം താമസിച്ചിരുന്ന ഇംഗ്ലണ്ടിലേക്ക് അത് കടന്നു ചെന്നു. ആയിരക്കണക്കിന് മതങ്ങളും സംസ്കാരങ്ങളും വ്യത്യാസമുള്ള ഇന്ത്യയിലേക്ക് കടന്നു വന്നു. ഇടിമുഴക്കം പോലെയോ കൊള്ളിയാൻ പോലെയോ സ്നേഹത്തിന്റെ നദി പോലെയോ ഒക്കെ ഇന്ത്യയിലേക്കും കടന്നു വന്നു. ഇവിടെ എല്ലാം രൂപാന്തരം മാറ്റി. ഇനി കർത്താവ് വരാൻ താമസിച്ചാൽ, 1000 കൊല്ലം കഴിഞ്ഞാൽ കർത്താവ് വരുന്നു വെച്ചു, അപ്പൊ നമ്മൾ ചന്ദ്രനിലേക്ക് പോവും. അവിടെ കുടിയേറി പാർക്കും എന്ന കാര്യത്തിൽ 1000 കൊല്ലം ജീവിച്ചിരുന്നാൽ തീർച്ചയായും മനുഷ്യനെ ചന്ദ്രനിൽ കൊണ്ട് ശാസ്ത്രജ്ഞന്മാരിറങ്ങും. അവിടെയും ക്രിസ്തുമാർഗം പ്രചരിപ്പിക്കപ്പെടും.
ഏത് കാലത്തും ഏത് ദേശത്തും ഏതു സാഹചര്യത്തിലും പ്രസക്തിയുള്ളതാണ് നാം വിശ്വസിക്കുന്ന ഈ കർത്താവിൻ്റെ മാർഗം. ഓക്കെ. 4, ഇത് ഏറ്റവും ലളിതമാർഗമാണ്. ഏറ്റവും ലളിതമായ, ഏറ്റവും പരിഷ്കൃതമായ മാർഗമാണ്. ഏറ്റവും ലളിതം വിശ്വസിക്കുക, ഏറ്റവും പരിഷ്കൃതം. ഏറ്റവും ലളിതം, ഏറ്റവും പരിഷ്കൃതം. അതാണ് 4-ാമത്തെ പോയി. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഹിന്ദുമാർഗം വളരെ നല്ല ഒരു ആശയമാണ്. ഇസ്ലാമില് വളരെ നമുക്കറിയാം, ക്രിസ്തുമാർഗം എന്ന് പറഞ്ഞാൽ എല്ലാം ആറ്റിക്കുറുക്കി കഷായം ഉണ്ടാക്കുന്ന അങ്ങനെയാണല്ലോ. ആറ്റിക്കുറുക്കി കുറുക്കി കുറുക്കി വന്ന് ഒരു തുടം അല്ലെങ്കിൽ ഒരു ഔൺസൊക്കെ എടുക്കുക. അങ്ങനെ ക്രിസ്തുമാർഗം നമ്മുടെ എല്ലാ പഠനവും ക്രിസ്തുമാർഗത്തിന്റെ ആറ്റിക്കുറുക്കി വന്നാൽ അത് സ്നേഹം എന്ന് പറയാം. ക്രിസ്തുമാർഗം സമം സ്നേഹം. ഓക്കെ. അങ്ങനെയെങ്കിൽ മുസ്ലിങ്ങൾ അവർ പറയുന്നത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ സാഹോദര്യം എന്നാണ്. ഇസ്ലാം സാഹോദര്യം എന്നാണ്. ഹൈന്ദവ മാർഗത്തെ കുറിച്ച് വേണമെങ്കിൽ സഹിഷ്ണുത എന്ന് പറയാം. സഹിഷ്ണുത. നമുക്കറിയാം വടക്കേന്ത്യയിലൊക്കെ വലിയ ഉപദ്രവങ്ങൾ നേരിടുന്നുണ്ട്. ഉണ്ടെങ്കിൽ ഞാനൊന്ന് ഓർപ്പിക്കട്ടെ, പഠിക്കാൻ വേണ്ടി പറയാ കേട്ടോ. ഈ 145 കോടി ജനങ്ങളില് 145 കോടി ജനങ്ങൾക്ക് ഒരു 2000 വ്യത്യസ്ത സംസ്കാരവും ഭാഷയും ഒക്കെ ഉള്ള രാജ്യമാണ് ഇന്ത്യ. ലോകത്തിന്റെ കാഴ്ച ബംഗ്ലാവാണ് ഇന്ത്യ. അപ്പം വടക്കേന്ത്യയിലൊക്കെ പ്രവർത്തിക്കുന്നവർ വളരെ പ്രതിസന്ധികളില്ല, വലിയ ഉപദ്രവങ്ങൾ അവർ നേരിടുന്നു. അതിനെ ഇന്ത്യൻ ജനതയെ ഒരിക്കലും ആരും കുറ്റം പറഞ്ഞേക്കരുതേ. അവരുടെ മതത്തിന്റെ കുറ്റം പറഞ്ഞേക്കരുതേ. ഏതെങ്കിലും സംഘടനകൾ കാരണമാണ് ഞങ്ങൾ കഷ്ടത്തിലായെന്ന് പറഞ്ഞേക്കരുതേ. കാരണം കർത്താവിന്റെ സുവിശേഷം പ്രചരിപ്പിക്കപ്പെട്ട ആ നാട്ടിൽ യഹൂദന്മാർ അതിനെ എതിർത്തു. സ്വന്തം ജനം തള്ളിക്കളഞ്ഞു. പിന്നീട് പൗലോസ് രംഗത്ത് വന്നിട്ട് ലോകത്തിന്റെ വിവിധ ദേശങ്ങളിൽ പോയി. പൗലോസിന് കിട്ടിയതും കാരാഗ്രഹവും മരണവുമാണ്. പത്രോസിന് കിട്ടിയത് അങ്ങനെയാ. ശിഷ്യന്മാർ മുഴുവൻ അങ്ങനെ കൊല്ലപ്പെട്ടു, ഒരു പക്ഷേ യോഹന്നാൻ ഒഴികെ. അങ്ങനെയെങ്കിൽ വടക്കേന്ത്യയിലൊക്കെ പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവര് അത് പ്രതീക്ഷിച്ചുകൊണ്ടേ അങ്ങോട്ട് പോകാവൂ. എനിക്ക് കിട്ടാൻ പോകുന്നത് ഇവിടെ 1,00,000 പേര് കൂടുന്ന ഒരു സഭയാണ് എന്ന വിശ്വാസത്തിലല്ല. ആ വിശ്വാസം നമുക്ക് വേണം, ലക്ഷക്കണക്കിന് വരുന്നത്. പക്ഷേ ഉപദ്രവങ്ങൾ പ്രതീക്ഷിക്കണം. നമ്മുടെ കേരളത്തില് സുവിശേഷം പ്രചരിപ്പിക്കാനും വിശ്വസിക്കാനും പ്രസംഗിക്കാനും പഠിപ്പിക്കാനും ഒന്നും വലിയ ബുദ്ധിമുട്ടില്ല. അതിന്റെ കാരണം എന്താ? ഇവിടെ ഈ അനേക നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സിറിയൻ ക്രിസ്ത്യൻസ് ധാരാളം ഉള്ളത് കൊണ്ടാണ്. അപ്പൊ സിറിയൻ ക്രിസ്ത്യൻസിൽ നിന്നും ഒരാള് ഒരു വിശ്വാസ മാർഗത്തിലേക്ക് വന്നു, അല്ലെങ്കിൽ നമ്മളൊരു പെന്തക്കോസിലേക്കോ ബാപ്റ്റിസ്റ്റിലേക്കോ വന്നു എന്ന് കരുതി ലോകം ഉരുണ്ടു മറിയാനൊന്നുമില്ല. എന്നാ വടക്കേ ഇന്ത്യയിൽ അങ്ങനെയല്ല. അവിടെ വരുന്ന വിശ്വാസികളിൽ 99% വേണ്ട 100% അക്രൈസ്തവരിൽ വരുന്നതാണ്. സ്വാഭാവികമായും അതിൻ്റെ രോഷം അവർ പ്രകടിപ്പിക്കും. അത് നമ്മൾ പ്രതീക്ഷിക്കണം. അത് അവരുടെ ഒരു കുറവായിട്ട് കണക്കാക്കരുത്. നമ്മൾ കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ അനേക ദൈവങ്ങളുടെ കൂട്ടത്തിലാണെങ്കിലും എന്നാ യേശുക്രിസ്തു ഇരിക്കട്ടെ എന്നും പറഞ്ഞ് യേശുക്രിസ്തുവിനെയും അനേക ദേവന്മാരുടെ കൂട്ടത്തിൽ ഒരു ദേവനായി എണ്ണുന്ന ഇന്ത്യൻ ജനതയെ നമ്മൾ ബഹുമാനിക്കുകയാണ് വേണ്ടിയത്. അത്രയെങ്കിലും കേൾക്കാൻ മനസ്സുണ്ടല്ലോ. ഞാൻ അതാ പറയുന്നത്, ഇന്ത്യയിൽ ജനിച്ചതാ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. സുവിശേഷം പറഞ്ഞാൽ കേൾക്കാൻ ഒരു ജനതയുണ്ടല്ലോ ഇന്ത്യയിൽ. നിങ്ങൾ അമേരിക്കൻ തെരുവിൽ പോയി സുവിശേഷം പറഞ്ഞു നോക്കി, ചിലരൊക്കെ വീഡിയോ ഒക്കെ കാണാം. ഇവൻ ഏതോ ഭ്രാന്തനാണ് എന്ന് കണക്കാക്കി ക്രിസ്ത്യാനികൾ തന്നെ ശ്രദ്ധിക്കാതെ കടന്നു പോകുന്നതാണ്. ന്യൂയോർക്ക് നഗരത്തിൽ ചെന്ന സുവിശേഷം ആരെങ്കിലും ഇവനൊരു പൊട്ടനാണ്, ഒരു ഭ്രാന്തനാന്നേ കരുതുള്ളൂ. സുവിശേഷത്തെ തള്ളിക്കളഞ്ഞ ജനത. അപ്പം നമ്മൾ കൊടുക്കുന്ന ട്രാക്ട് വാങ്ങി വായിച്ച് അത് വാങ്ങാൻ മനസ്സ് വെക്കുന്ന ഇന്ത്യൻ ജനതയെ നമ്മൾ ബഹുമാനിക്കണ്ടേ എന്നാണ് എൻ്റെ അങ്ങോട്ടുള്ള ചോദ്യം. അപ്പൊ നമ്മൾ ഹൈന്ദവ ജനതയ്ക്ക് സഹിഷ്ണുത അത് ഉള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നത് കേട്ടോ.
നമ്മൾ വടക്കേ ഇന്ത്യയിലെ ഒരു പീഡനം ഒന്നും വെച്ചോണ്ട് ഇന്ത്യൻ ജനതയെ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, അല്ലാതെ നമ്മൾ മോശക്കാരായി ഒരിക്കലും കാണാതിരിക്കാൻ വേണ്ടിയാ പറഞ്ഞത്. ഓക്കെ. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഏറ്റവും ലളിത ഈ ഹൈന്ദവ മാർഗത്തിന്റെ നോക്കിയേ, അത് പഠിച്ച് അതിലൊരു നിലവാരം എത്താനോ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാനൊന്നും നമ്മുടെ ജീവിതകാലം മുഴുവൻ പഠിച്ചാൽ ഞാൻ അതിനെക്കുറിച്ച് മെനക്കെടാറില്ല. കാരണം അത്രയ്ക്ക് വലിയ മണ്ട വേണം, അല്ലെങ്കിൽ അത്രയ്ക്ക് വലിയ കാര്യങ്ങളായി ഹൈന്ദവ മാർഗത്തിന്റെ വേദങ്ങളും ഉപനിഷത്തുക്കളും ഒക്കെ പഠിക്കാൻ. അതൊന്നും നമുക്ക് സാധാരണക്കാരന് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് ഞാനതൊന്നും സുവിശേഷങ്ങളിൽ പ്രസംഗിക്കാറുമില്ല. ഈ കാര്യങ്ങൾ പറയും, ലളിതമായ ഈ അവതാരമൊക്കെ പറയുന്നല്ലാതെ ചിലതൊന്നും നമുക്ക് മനസ്സിലാകെ തന്നെയില്ല. ഉദാഹരണത്തിന് തത്വമസി, നീ തന്നെയാണ് ദൈവം. എങ്ങനെയാ നമുക്ക് ഞാൻ ദൈവമാണെന്ന് പറയും? നമുക്കൊരിക്കലും ദൈവമാകാൻ പറ്റത്തില്ല. ദൈവത്തിന് മനുഷ്യനാകാം, പക്ഷെ നമുക്ക് ദൈവമാകാൻ പറ്റത്തില്ല. നീ തന്നെയാ ദൈവം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. എന്നാൽ ക്രിസ്തുമാർഗം എന്താ? മനുഷ്യവർഗത്തിന് പാപമോചനത്തിന് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നു. പാപം പരിഹരിച്ച് കർത്താവ് കുരിശിൽ മരിച്ചു. ആ കർത്താവിൽ വിശ്വസിക്കുക, ആ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിക്കുക. എത്ര സിമ്പിൾ! അതാ ഞാൻ പറഞ്ഞത്, ക്രിസ്തുമാർഗം എന്ന് പറഞ്ഞാൽ ഏറ്റവും പരിഷ്കൃതമാണ്, ഏറ്റവും ലളിതമാണ് വിശ്വസിക്കാൻ. അതിൽ സംശയത്തിന്റെ ഒരാനുകൂല്യവും ഇല്ല. അപ്പൊ എത്രാമത്തെ നമ്മൾ പറഞ്ഞത്? 4. 5. അഞ്ചാമത്തെ പോയി. എന്തുകൊണ്ട് ക്രിസ്തുമാർഗം എന്നൊരു ചോദ്യത്തിന്റെ 5ാമത്തെ മറുപടി, നമുക്കറിയാം ഭൂമിയിൽ സ്ത്രീകളും പുരുഷനും ഏതാണ്ട് തുല്യമാണ്. അത് പ്രകൃതിയുടെ നിലനിൽപ്പിന് വേണ്ടി പ്രകൃതി ഒരുക്കി, അല്ലെങ്കിൽ ദൈവം തമ്പുരാൻ വെച്ച വ്യവസ്ഥയാണ്. പക്ഷേ മതങ്ങളെ നമ്മളൊന്ന് പഠിച്ചാൽ അറിയാം, ക്രിസ്തുമാർഗം ഒഴികെ ബാക്കി ലോകത്തിലുള്ള എല്ലാ മതങ്ങളും പുരുഷ കേന്ദ്രീകൃതമാണ്. യഹൂദമതം പോലും അങ്ങനെയാ കേട്ടോ. അത് എന്തുകൊണ്ട് അങ്ങനെ ആയിന്നൊന്നും ഇപ്പം വിശദീകരിക്കുന്നില്ല. അന്നത്തെ കാലത്ത് ദൈവം തെരഞ്ഞെടുത്ത ജനതയെ അങ്ങനെയാണ്. അവരുടെ ആ രീതി മാറ്റാനാണ് കർത്താവ് വന്നത്. ഓക്കെ. അപ്പോ ലോകത്തിലെ മതങ്ങളിൽ സ്ത്രീകൾക്കുള്ള പങ്കൊന്ന് പരിശോധിച്ചാൽ അറിയാം, സ്ത്രീകളെ അങ്ങ് ഉപേക്ഷിച്ചു പൂർണ്ണമായി. അവര് കുഞ്ഞുങ്ങളെ പ്രസവിക്കാനുള്ള ഒരു യന്ത്രം മാത്രമായി സ്ത്രീകളെ കണക്കാക്കുന്ന ലോകത്തിലാ ഇന്നുപോലും നമ്മൾ ജീവിക്കുന്നു. എന്നാ ക്രിസ്തുമാർഗം അങ്ങനെയല്ല. അപ്പൊ 5ാമത്തെ പോയിന്റ് എഴുതിക്കോ, ഏറ്റവും സ്ത്രീ സൗഹൃദം, ഏറ്റവും സ്ത്രീകളെ ബഹുമാനിക്കുന്ന മാർഗം ക്രിസ്തുമാർഗം. നമ്മുടെ പഠന വിഷയം മറക്കണ്ട, ക്രിസ്തുമാർഗത്തിന്റെ ശ്രേഷ്ഠത. കാരണം മനുഷ്യൻ സൃഷ്ടിച്ച 2 ജാതി, സ്ത്രീയും പുരുഷനും. പറയുമ്പോൾ പോലും സ്ത്രീ പുരുഷന്മാരെന്നാ പറയുന്നത്. അത് പറച്ചില്ലേ ഉള്ളൂ, പക്ഷെ പുരുഷ കേന്ദ്രീകൃതമാണ് ലോകം. അതിൽ നിന്ന് വ്യത്യസ്തമായി സ്ത്രീ സൗഹൃദം, ഇത്രയ്ക്ക് സ്ത്രീ, നമുക്കറിയാം, അത് വെറുതെ ആളുകൾ പറയുന്നതല്ല. ഏത് നിരീശ്വരവാദി യുക്തിവാദി പറയും ക്രിസ്തുമാർഗത്തിലുള്ളതുപോലെ സ്ത്രീ സൗഹൃദമായ, സ്ത്രീക്ക് പ്രാധാന്യം കൊടുക്കുന്ന, പുരുഷനേക്കാൾ പ്രാധാന്യം കൊടുക്കുന്നതെന്നല്ല കേട്ടോ, തുല്യ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വിശ്വാസമാർഗം ലോകത്തിൽ ഇല്ല, ക്രിസ്തുമാർഗം ഒഴികെ. ഓക്കെ. അപ്പൊ അതും നിരീശ്വരവാദികളൊക്കെ പറയുമ്പോൾ പറയും, നിങ്ങൾ അച്ഛന്മാരാക്കുന്നുണ്ടോ, നിങ്ങൾ പാസ്റ്റർമാരാക്കുന്നുണ്ടോ എന്നൊക്കെ ചോദ്യം വരും. അതൊന്നും ഇവിടെ നമ്മൾ പ്രസക്തമല്ല, ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ. അപ്പം 6 യേശുക്രിസ്തുവിനാൽ സ്ഥാപിതമായതാണ് ഈ മാർഗം നമ്മൾ പറയാൽ. അപ്പം 6 എന്തുകൊണ്ട് ക്രിസ്തുമാർഗം എന്ന ചോദ്യത്തിന്റെ 6ാമത്തെ പോയിന്റ്, ഇത് ക്രിസ്തുവിനാൽ സ്ഥാപിതമായതാണ്. ക്രിസ്തു എന്ന് പറയുന്നത്, ക്രിസ്തുവിന്റെ ജനനം അതുല്യ ജനനമാണ്. 6ാമത്തെ പോയിന്റ് എഴുതുക, ക്രിസ്തു അതുല്യ ജനനം തന്നെ അതുല്യമാണ്. അത് നമ്മൾ പിന്നെ പഠിക്കും. പ്രവചന പ്രകാരമുള്ള ക്രിസ്തുവിന്റെ ജനനം ഒരു സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കും. അതുല്യ ജനനം, അതുല്യമായ ശുശ്രൂഷ. ജനനം മാത്രമല്ല, പ്രവചനപ്രകാരമുള്ള ജനനം, പ്രവചനപ്രകാരമുള്ള ശുശ്രൂഷ, പ്രവചനപ്രകാരം മരിച്ച് അടക്കി ഉയർത്തെഴുന്നേൽ. ഇങ്ങനെ ഒരു സംഭവം ലോകത്തിൽ വേറെ ഇല്ല.
ഒരു ചിന്താധാരയിലും പെട്ട വ്യക്തിയുടെ ജനനത്തെക്കുറിച്ച് പ്രവചനമില്ല, പ്രവചനപ്രകാരം ജനിച്ചിട്ടില്ല, ആ പ്രവചനപ്രകാരം ശുശ്രൂഷയിൽ വന്നിട്ടുമില്ല, ആ ശുശ്രൂഷ പ്രകാരം മരണമോ അടക്കമോ ഒന്നും നടന്നിട്ടില്ല. അത് കർത്താവിന്റെ കാര്യത്തിൽ മാത്രമാണ്. ഓക്കെ, അപ്പൊ പ്രവചനപ്രകാരം ജനനം, പ്രവചനപ്രകാരം ശുശ്രൂഷ, പ്രവചനപ്രകാരം മരണം, ഇത് കർത്താവിന്റെ കാര്യത്തിൽ മാത്രമാണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് അതുല്യമായ ജനനം, അതുല്യമായ ശുശ്രൂഷ, അതുല്യമായ മരണം. അപ്പൊ ഈ വിഷയം നമ്മൾ പ്രത്യേകമായിട്ട് ഒരു ക്ലാസ്സിന് എടുക്കുന്നതാണ്. അതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. 7, എന്തുകൊണ്ട് ക്രിസ്തുമാർഗം എന്നുള്ളതിന്റെ 7ാമത്തെ, പാപരഹിതനായ ക്രിസ്തുവിനാൽ സ്ഥാപിതമായതാണ് ക്രിസ്തുമാർഗം. പാപരഹിതനായ ഒരു വ്യക്തിയാൽ സ്ഥാപിതമായതാണ് ക്രിസ്തുമാർഗം. അതാണ് അതിൻ്റെ നിസ്തുല്യത. പാപരഹിതൻ, അതിനെക്കുറിച്ച് 1-2 കാര്യങ്ങൾ പറയാം. 1-2 വാക്യങ്ങൾ എഴുതിക്കോ. ആദ്യം ലൂക്കോസ് 23:4 നിങ്ങൾക്ക് അറിയാമെങ്കിലും പെട്ടെന്ന് ഓർത്തിരിക്കാൻ വേണ്ടി 2-3 വാക്യങ്ങൾ മാത്രം. ലൂക്കോസ് 23:4, നിങ്ങളിൽ ആര് എന്നെ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തുന്നു? കർത്താവ് തന്നെ പറയുന്ന ഭേദഭാഗങ്ങൾ ധാരാളം. 23:41, 47, യോഹന്നാൻ 8:46, യോഹന്നാൻ 8:46. അപ്പം പാപരഹിതനായ ക്രിസ്തുവിനാൽ സ്ഥാപിതമായതാണ്. എന്താ അതിന്റെ പ്രസക്തി? പ്രസക്തിയുണ്ട്. ഇപ്പൊ ഞാന് ഒരു കുട്ടിക്ക് ട്യൂഷൻ എടുക്കുകയാണ്, ഹിന്ദി പറഞ്ഞു കൊടുക്കുക. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഹിന്ദി പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം ഹിന്ദി പറഞ്ഞു കൊടുക്കണമെങ്കിൽ ചുരുങ്ങിയ പക്ഷം 10ാം ക്ലാസ് വരെയെങ്കിലും ഞാൻ പഠിച്ചിരിക്കണം. ഒരാളുടെ പാപം പരിഹരിക്കണമെങ്കിൽ, പാപരഹിത ജീവിതം ഒരാൾ നയിക്കണമെങ്കിൽ, അയാളെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കണമെങ്കിൽ ചുരുങ്ങിയ പക്ഷം ഞാൻ പാപം ചെയ്യാത്തവനാകണം. അങ്ങനെ ഒരേ ഒരു ആളെ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തു. നമുക്കറിയാം, ഓപ്പറേഷൻ തിയേറ്ററുകളിൽ ഡോക്ടർമാർ ഭയക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അണുബാധയാണ്. അതുകൊണ്ടൊരു രോഗിയെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അവരുപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളും അണുവിമുക്തമാക്കും. ഡ്രസ്സ് അണുവിമുക്തമാക്കും. ആ ഏരിയ മുഴുവൻ അണുവിമുക്തമാക്കും. കാരണം അണുബാധ രോഗിക്കേക്കരുത്. അണുബാധ ഇല്ലാത്ത ഒരാൾക്കേ വേറൊരാളെ ഓപ്പറേറ്റ് ചെയ്യാൻ ശസ്ത്രക്രിയ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഡോക്ടർ, ന്യൂമോണിയ പിടിച്ചെടുക്കുന്ന ഒരു ഡോക്ടർ വേറൊരു രോഗിയെ പോയി ഓപ്പറേറ്റ് ചെയ്യത്തില്ല. കാരണം അയാൾ ചിലപ്പോൾ കിഡ്നി പ്രശ്നക്കാരനായിരിക്കും. ആ കിഡ്നി പ്രശ്നക്കാരന് ന്യൂമോണിയ കൂടെ പകരും. പാപമില്ലാത്ത ഒരാൾക്കേ പാപം പരിഹരിക്കാൻ പറ്റത്തുള്ളൂ. അതാണ് നമ്മുടെ വിശ്വാസ മാർഗത്തിന്റെ ശ്രേഷ്ഠത. കർത്താവ് മറ്റെല്ലാ ലോകത്തിൽ വന്നിട്ടുള്ള അവർ പ്രവാചകന്മാരായിട്ട് തന്നെ നമ്മൾ അംഗീകരിച്ചാൽ പോലും പാപമില്ലാത്തവനായിട്ട് പറയുന്നില്ല. ഇനി നിങ്ങൾക്ക് ഏറ്റവും ചിന്തനീയമായ ഒരു കാര്യം പറയാം. ഇസ്ലാം വിശ്വാസപ്രകാരം അവർക്ക് 1,25,000 പ്രവാചകന്മാരുണ്ടെന്ന്. 1,25,000 പ്രവാചകന്മാരെ. അതിൽ ഏറ്റവും അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് നബി. മുഹമ്മദ് നബി പോലും പാപമില്ലാത്തവനാണെന്ന് ഖുറാനിൽ പറഞ്ഞിട്ടില്ല. പാപമില്ലാത്തവനാണെന്ന് ഖുറാനിൽ പറഞ്ഞിട്ടുള്ള ഏക വ്യക്തി ഈസാ നബിയാണ്. ഈസാ നബി. മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന ഈസാ നബിയും നാം വിശ്വസിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവും രണ്ടും 2 പേരാകട്ടോ. അത് സമയമുണ്ടെങ്കിൽ മറ്റു സന്ദർഭത്തിൽ പഠിക്കാം. അവരുദ്ദേശിക്കുന്ന യേശു ക്രിസ്തു ആണെങ്കിലും രണ്ടും 2 പേരാണ്. ഓക്കെ. പക്ഷെ ഖുറാനിൽ പറയുന്നു ഈസാ നബിക്ക് പാപമില്ല. ആരെങ്കിലും തെളിവ് ചോദിച്ചാൽ ഒരു തെളിവിന് വേണ്ടി ഒരു വാക്യം എഴുതി വെച്ചോ. 19:19 ഖുറാൻ 19:19 പറയുന്നു ഈസാ നബി പാപമില്ലാത്തവനാണ് എന്ന്. ആ വാക്യം ഇങ്ങനെയാണ്. 19:19 ഓർത്തിരിക്കാൻ എളുപ്പമാണ്. അവരുടെ ആ അധ്യായങ്ങളാണ്. അവർക്ക് 110
114 അധ്യായങ്ങളാണ് ഖുറാനിലുള്ളത്. 114 അധ്യായങ്ങളെ അവർ വിളിക്കുന്നത് സൂറ എന്നാണ്. സൂറ. വാക്യങ്ങളെ അവർ വിളിക്കുന്നത് ആയത്ത് എന്നാണ്. ആയത്ത്. സൂറയും ആയത്തും. അപ്പം 19-ാം സൂറ 19-ാം ആയത്തിൽ ഇങ്ങനെയാണ് ഖുർആനിൽ കാണുന്നത്. അതായത് യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് ജിബ്രീൽ മലക്ക്, നമ്മുടെ ജിബ്രീൽ മലക്ക് മറിയത്തിനോട് പറയുന്ന വേദഭാഗം നമ്മുടെ ബൈബിളിലുള്ള അതേ പ്രയോഗം തന്നെ അവരുമുണ്ട്. ഇങ്ങനെയാണ് പറയുന്നത്. മാലാക ചെന്ന്, മലക്കെന്ന് അവർ പറയും, മലക്ക് എന്ന് മറിയമിനോട് പറയുകയാണ്, നിനക്ക് പരിശുദ്ധനായ ഒരു പുത്രനെ പ്രദാനം ചെയ്യുവാൻ നിന്റെ നാഥൻ നിയോഗിച്ചിരിക്കുന്ന ദൂതനാണ് ഞാൻ. ആരാ പറയുന്നത്? ഗബ്രിയേൽ എന്ന് മറിയമിനോട് പറയാ, നിനക്ക് പരിശുദ്ധനായ ഒരു പുത്രൻ. അത് പ്രത്യേകം ഓർത്തിരുത്തണം. പരിശുദ്ധനായ വ്യക്തി എന്ന് ഈസാ നബിയെ കുറിച്ച് മാത്രമേ ഈ 125 അല്ലെങ്കിൽ 1,25,000 പ്രവാചകന്മാരിൽ ഈസാ നബി മാത്രമാണത്രേ പാപവിരഹിതൻ എന്ന് ഖുർആൻ പറയുന്നു. ഖുർആൻ കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും അംഗീകൃത യോഗ്യമായത് ഹദീസുകളാണ്. ഹദീസ് എന്ന് നിങ്ങൾ കേട്ട് കാണുമെന്ന് എനിക്ക് അറിയത്തില്ല. ഹദീസ് എന്ന് പറഞ്ഞാൽ നബിയുടെ ദിനചര്യകൾ, നബിയുടെ ചര്യകൾ, നബി പറഞ്ഞതും പഠിപ്പിച്ചതിനെ കുറിച്ച് എഴുതി വെച്ച കാര്യങ്ങൾ, നബിയെക്കുറിച്ചുള്ള ചരിത്രവും ഒക്കെയാണ് ഹദീസുകൾ. അത് മറ്റുള്ളവർ എഴുതിയതാണ്. ഹദീസിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഇബിലീസിന്റെ കുത്തുകൊള്ളാത്ത ഏക വ്യക്തി ഈസാ നബിയാണ്. ഇബിലീസിന്റെ കുത്തുകൊള്ളാത്ത ഏക വ്യക്തി ഈസാ നബിയാണെന്നാണ് ഹദീസുകളിൽ പറയുന്നത്. ഖുർആനിലല്ല, ഹദീസിലാണത്. ഓക്കെ. അപ്പോ പാപമില്ലാത്തവൻ ഭൂമിയിലേക്ക് മനുഷ്യനായി വന്നു. അപ്പൊ മനുഷ്യനായി വന്ന് മനുഷ്യൻ പാപം ചെയ്യത്തില്ലേ? ചോദ്യം ചോദിക്കും അവർ നമ്മളോട്. ഇല്ല, കർത്താവിന് പാപം ചെയ്യാൻ പറ്റത്തില്ല. പാപം ചെയ്യാൻ പറ്റാത്ത ശരീരമായിരുന്നോ? അല്ല, പാപം ചെയ്യാൻ പറ്റുന്ന ശരീരവുമായിരുന്നു. വലിയ ആഴമേറിയ വേദസത്യങ്ങൾ അതൊക്കെ കേട്ടോ. അതൊക്കെ പണ്ഡിതന്മാർ തർക്കിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യും. നിങ്ങൾ കേട്ട് കാണും. നമ്മൾ ലളിതമായാണ് മനസ്സിലാക്കുന്നത്. കർത്താവിന് പാപം ചെയ്യാൻ പറ്റുന്ന ശരീരമായിരുന്നു, പക്ഷെ ഒരിക്കലും പാപം ചെയ്ത്. അതിന്റെ കാരണം എന്താ? ഫുള്ളി കൺട്രോൾഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. ഭൂമിയിൽ, ഈ പ്രപഞ്ചത്തില്, ഈ മാനവരാശിയിൽ, കോടാനുകോടി ജനങ്ങളുടെ മാനവരാശിയിൽ പരിപൂർണമായി പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിതമായ വ്യക്തി എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുന്നു, അവൻ പരിശുദ്ധാത്മപൂർണനായി. നമുക്ക് കേട്ടിട്ടില്ലേ? എന്തിനാ? ദൈവം, യേശുക്രിസ്തു ദൈവമാണല്ലോ. ഭൂമിയിലായിരുന്നപ്പോ അവൻ ദൈവപുത്രനാ. പിന്നെ എന്തിനാ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ്? ആരെങ്കിലും അങ്ങനെ നിങ്ങളോട് ചോദിച്ചാൽ എന്താ നിങ്ങളുടെ മറുപടി? ദൈവമായിരുന്ന ആൾക്ക് പിന്നെ പരിശുദ്ധാത്മാവിൽ നിറയേണ്ട കാര്യമുണ്ട്? ഉണ്ട്. ദൈവമായിരുന്നവൻ മനുഷ്യ ശരീരത്തിലായി ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നത്. മനുഷ്യ ശരീരത്തിൽ ജീവിച്ചിരുന്നത് കൊണ്ട് നമ്മള് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം ആവശ്യമാണ്. വിശ്വാസി എന്ന് പറഞ്ഞ ആരാന്നറിയാവോ? ക്രൈസ്തവ വിശ്വാസി ആരാണെന്ന ചോദ്യത്തിന് എന്താ മറുപടി? ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ പോരാ. ക്രിസ്തുവിൽ വിശ്വസിച്ചിട്ട് പിന്മാറിപ്പോയാൽ പിന്നെ ക്രിസ്ത്യാനിയാവോ? ഹൂ ഈസ് എ ബിലീവർ? ഹൂ ഈസ് എ ക്രിസ്ത്യൻ ബിലീവർ? ആ ചോദ്യത്തിന് മറുപടി റോമർ 8:14. റോമർ 8:14. അവിടെ എന്താ പറയുന്നറിയാവോ? ദൈവാത്മാവ് നടത്തുന്ന ഏവനും ദൈവത്തിന്റെ മക്കളാകുന്നു. ദൈവാത്മാവ് നടത്തുന്ന ഏവനും ദൈവത്തിന്റെ മക്കളാകുന്നു. അപ്പൊ ഹൂ ഈസ് ചിൽഡ്രൻ ഓഫ് ഗോഡ്? ദൈവത്തിന്റെ മക്കൾ ആരാണ്? ദൈവവിശ്വാസി ആരാണെന്ന ചോദ്യത്തിന് മറുപടി ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്നവൻ എന്നാകട്ടോ. അല്ലാതെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു എന്നല്ല. ഫുൾ കൈ ഇട്ടത് കൊണ്ടോ, ഇങ്ങനെ പ്രസംഗം നടത്തിയത് കൊണ്ടോ, എന്നെ പോലെ താടി നീട്ടിയത് കൊണ്ടോ, നമ്മൾ ചിലർ താടി വടിച്ചു കളഞ്ഞുകൊണ്ടോ ഒന്നും അല്ല നമ്മൾ വിശ്വാസിയാവുന്നത്. ആവരണം ഊരിയത് കൊണ്ടോ ആവരണം ധരിച്ചത് കൊണ്ടോ അതൊന്നുമല്ല. അതെല്ലാം വ്യക്തിപരമായ കാര്യങ്ങൾ. നമ്മൾ വിശ്വാസി എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന വ്യക്തി. പ്രിയപ്പെട്ടവരെ, സൺഡേ സ്കൂൾ അധ്യാപകരെ, കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കണം, മക്കളെ, വിശ്വാസി എന്ന് പറഞ്ഞാല് ദൈവത്തിന്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട ജീവിതം നയിക്കുന്ന വ്യക്തിയാണ്. റോമർ 8:14.
വൺ ഹു ഈസ് കൺട്രോൾഡ് ബൈ ദ ഹോളി സ്പിരിറ്റ് എന്ന അതിന്റെ അർത്ഥം. വൺ ഹു ഈസ് ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തി, പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന വ്യക്തിയാണ് വിശ്വാസി എന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണം എൻ്റെ സഹോദരങ്ങളെ. സൺഡേ സ്കൂളിൽ പഠിപ്പിക്കണം, ചെറുപ്രായം മുതൽ പഠിപ്പിക്കണം. പരിശുദ്ധാത്മാവ് ഉള്ളിൽ വേണം, ആ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട് ജീവിതം നയിക്കണം. ഇതൊക്കെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇപ്പൊ നമ്മുടെ പോയിന്റ് 7 പാപരഹിതനായ കർത്താവിനാൽ സ്ഥാപിതമായ മാർഗമായതുകൊണ്ടാണ് ഇത് ദിസ് ഈസ് ഗ്രേറ്റസ്റ്റ് എന്ന് നമ്മൾ പറയാൻ കാരണം. നമ്മുടെ പഠനം നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോ പാപരഹിതനായ കർത്താവ്, ആ കർത്താവിനാൽ സ്ഥാപിതമായ മാർഗം, കർത്താവ് വിശ്വസിച്ച് കഴിയുമ്പോൾ നമ്മൾ പാപരഹിതം ആകുന്നില്ല, പകരം പാപം ഏറ്റുപറഞ്ഞ് കർത്താവ് അത് ക്ഷമിക്കുമ്പോൾ നമ്മൾ പാപമില്ലാത്തവനായി മാറി, നമ്മൾ നിത്യതയ്ക്ക് അവകാശിയായി മാറി എന്ന് കരുതി വിശ്വാസ ജീവിതത്തിൽ പാപം ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ അവിടെ എന്താ പരിഹാരം? അതിനാണ് പരിശുദ്ധാത്മ നിയന്ത്രിത ജീവിതം നയിക്കണമെന്ന് പറയുന്നത്. പരിശുദ്ധാത്മ നിയന്ത്രിത ജീവിതം നയിക്കുമ്പോൾ പാപത്തിന്റെ വഴികളിലേക്ക് നമ്മൾ പോകുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറയും, മകനെ മകളെ, നീ ദൈവത്തിന്റെ മകൾ, എൻ്റെ മകളാണ്, എൻ്റെ മകനാണ്, വഴി നിന്റെ അതല്ല, നീ ഇങ്ങോട്ട് വരണം എന്ന് ഹോളി സ്പിരിറ്റ് നമ്മളോട് സംസാരിക്കും. ഇപ്പൊ പരിശുദ്ധാത്മാവ് നമ്മൾ പൂർണ്ണമായി കീഴ്പ്പെട്ട് ജീവിക്കുവാൻ സർവകൃപാലുവായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് അടുത്ത ക്ലാസ്സിന് ഇന്ന് തുടർച്ചയുണ്ട്. എല്ലാവരും ക്ലാസ്സിൽ പങ്കെടുക്കണമേ എന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്നെ ഈ ക്ലാസ് എടുക്കാൻ ക്ഷണിച്ച എല്ലാ പ്രിയപ്പെട്ടുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.